അവസരം ലഭിച്ചിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദിയും സ്തോത്രവും കരയറ്റാം. സ്വാഗത വാക്കുകൾ പറഞ്ഞ പ്രിയപ്പെട്ട അച്ഛന്റെ വലിയ മനസ്സുകൊണ്ട് അച്ഛൻ പറഞ്ഞ എല്ലാ വാക്കുകൾക്കും പ്രത്യേകമായ നന്ദിയും കടപ്പാടും ഏറ്റവും വിനീതമായി ഞാൻ അറിയിക്കുകയും ചെയ്യും. ഞാൻ ആരാധനാക്രമം പഠന യാത്ര ആരംഭിക്കുമ്പോൾ മുതൽ എന്നെ പഠിപ്പിച്ചിട്ടുള്ള മൽപ്പാന്മാരെല്ലാവരും എൻ്റെ അടുത്ത് സാധാരണ രീതിയിൽ പറയാറുള്ള ഒരു കാര്യമാണ്, ഏത് പാതിരാത്തേക്ക് വിളിച്ച് ചോദിച്ചാലും പറയണം ഇത് കേട്ടോ. പ്രത്യേകിച്ച് MP ജോർജൻ പാട്ടുകൾ പഠിപ്പിക്കുമ്പോൾ പറയും, ഉറക്കത്തിൽ തട്ടി ഉണർത്തി പാടാൻ പറഞ്ഞാലും പാടാൻ ധൈര്യം ഉണ്ടാവണം, അങ്ങനെ വേണം പഠിക്കാൻ. അതിപ്പോഴാണ് പ്രാക്ടിക്കലായിട്ട് വേണ്ടി വരുന്നതെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. കാരണം ഇവിടെ കൃത്യം 12 മണി കഴിഞ്ഞ് 8 മിനിറ്റൂടെ ആയിരിക്കുന്ന സമയമാണ്. എല്ലാവരും ഉറക്കത്തിലേക്കൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാനും പതിവനുസരിച്ച് ഉറങ്ങാൻ പോകേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു ശുശ്രൂഷ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ എന്തെങ്കിലും അപാകതകൾ വന്നു പോകുന്നെങ്കിൽ നിങ്ങൾ ദയവായി ക്ഷമിക്കണം എന്ന് ഏറ്റവും വിനീതമായി ആദ്യമേ തന്നെ അറിയിക്കുന്നു. ദൈവം നന്നായി നല്ല അനുഭവത്തെയും അവസരത്തെയും ഓർത്ത് ദൈവത്തിന് സ്തുതി കരയേറ്റിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എനിക്ക് പ്രകാരം അവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടും ജെനിസാറിനോടും അതോടൊപ്പം അതിന്റെ ചുമതലക്കാരായി പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഇടവകയോടുമുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. എനിക്ക് പ്രകാരം അവസരം നൽകുക മാത്രമല്ല, എനിക്ക് അനുവാദം നൽകി തന്നത് അഭിമന്യ മെത്രാപ്പോലീത്ത തിരുമേനിയാണ്. തിരുമേനിയുടെ നല്ല പ്രോത്സാഹനത്തിനും എല്ലാ ഗൈഡൻസിനും പ്രത്യേകമായുള്ള കടപ്പാടും ഞാൻ ആദ്യമേ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യട്ടെ. ഞാൻ നമ്മുടെ പ്രസന്റേഷൻസ് അതിലേക്ക് പ്രവേശിക്കുകയാണ്. അത് സ്ക്രീനിൽ കാണാൻ പറ്റുമെന്നാണ് എൻ്റെ വിചാരം. ഓക്കെ, നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ദ ലിറ്റർജിക്കൽ ഹെറിറ്റേജ് ഓഫ് ദ മലങ്കര മാർത്തോമ സിറിയൻ ചർച്ച് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആരാധന പൈതൃകം അല്ലെങ്കിൽ പൈതൃകം എന്നുള്ള പദത്തെക്കാൾ നമുക്ക് ദൈവീകമായി ലഭ്യമായി തീർന്നിട്ടുള്ള വലിയൊരു സമ്പത്ത്, ആ ഒരു സമ്പത്തിനെ അയവിറക്കുകയും അതോടൊപ്പം തന്നെ പഠിക്കാൻ ശ്രമിക്കുകയും എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന ഒരു സെഷനായിട്ട് ഇത് മാറണം എന്നുള്ള താല്പര്യത്തിലാണ് ഇന്നത്തെ ക്ലാസ്സുകൾ ഞാൻ ക്രമീകരിച്ചിരിക്കുന്നതും പ്ലാൻ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ അവസാന ഭാഗങ്ങളിൽ ചോദിക്കുന്നതിനുള്ള പ്രത്യേകമായ അവസരം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ക്ലാസ്സിലേക്ക് ആമുഖ വാക്കുകൾ അവസാനിപ്പിച്ച് ക്ലാസ്സിലേക്ക് പ്രവേശിക്കട്ടെ. നിങ്ങളുടെ നല്ല ശ്രദ്ധ ഏറ്റവും വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യും. ലിറ്റർജിക്കൽ ഹെറിറ്റേജ് ഓഫ് ദ മലങ്കര മാർത്തോമ സിറിയൻ ചർച്ച്, ഇത് പറയുമ്പോൾ തന്നെ ഒരു പേര്, ഒരു സഭയുടെ പേര് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അങ്ങനെ ഒരു പേര് അതിന്റെ ഐഡന്റിറ്റിയെ ബന്ധപ്പെട്ടിരിക്കുന്നതായതുകൊണ്ട് സഭയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് അതിന്റെ പേരിൽ നിന്ന് തന്നെ ആരംഭിക്കണം എന്നാണ് പറയുന്നത്. ഒരു ഗുരുവിന്റെ കഥ ഇപ്രകാരം ഞാൻ കേട്ടത് ഓർക്കുന്നുണ്ട്. ഡീറ്റെയിൽസിലോട്ട് ഞാൻ പോകുന്നില്ല. എന്നാൽ പോലും ഒരാള് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഒരു പേരിന്റെ പ്രാഗൽഭ്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേട്ടുകൊണ്ടിരുന്നതായ ഒരു പ്രൊഫസർ ചാടി എഴുന്നേറ്റ് ചോദിച്ചു, ഒരു പേരിലൊക്കെ ഇനും മാത്രം എന്തിരിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം, ഈ പ്രസംഗിച്ചുകൊണ്ടിരുന്നയാൾ, ക്ലാസ് എടുത്തുകൊണ്ടിരുന്നയാൾ തിരിച്ചു പറഞ്ഞു, ഡാ കഴുതേ അവിടെ ഇരുന്നാട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും അങ്ങ് ഭയങ്കരമായ ശങ്കയും അത്ഭുതവും സങ്കടവും ഒക്കെ വന്നു. എന്നാലും ഇത്ര എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ഒരാളിനെ, ഒരു പ്രൊഫസറിനെ കയറി കഴുതയെന്ന് വിളിച്ചല്ലോ എന്നൊരു സങ്കടം. അപ്പോൾ പ്രസംഗകൻ തുടർന്നിട്ട് പറഞ്ഞു, ഒരു സാധാരണ ഒരു മൃഗത്തിന്റെ പേര് താങ്കളുടെ പേരിനോട് ചേർത്ത് ഞാൻ വിളിച്ചപ്പോൾ എത്രമാത്രം വേദന എടുത്തു, പേരിൽ കാര്യമുണ്ടോ എന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു. ആ പറഞ്ഞതുപോലെ ഒരു പേര് ഒരു സഭയുടെ മാത്രമല്ല, ഒരു വ്യക്തിയുടെ മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ മാത്രമല്ല, ഏതൊരു കാര്യത്തിന്റെയും ഒരു ഐഡന്റിറ്റിയുമായി, സ്വത്വവുമായി ഏറ്റവും അധികം ചേർന്നിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു ലിറ്റർജിക്കൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത് സഭയുടെ പേരിലൂടെ തന്നെ ഒന്ന് വെളിവായി നമുക്ക് മനസ്സിലാക്കിയിട്ട് വേണം മുമ്പോട്ട് പോകാൻ എന്നാണ് എൻ്റെ ഒരു താല്പര്യം. അതുകൊണ്ട്
ഒന്നാമതായി നമുക്ക് നമ്മളായിരിക്കുന്ന ഈ സഭ, മലങ്കര മാർത്തോമ സുറിയാനി സഭ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സഭയുടെ പ്രത്യേകത, അതിന്റെ പേരിലൂടെ തന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് മുമ്പോട്ട് പോകണം എന്ന് ഞാൻ താല്പര്യപ്പെടട്ടെ. അപ്പോൾ ആദ്യമേ തന്നെ ഇതിന്റെ പേര് എന്ന് പറയുമ്പോൾ നമുക്ക് ചേർച്ച്, താഴെ നിന്ന് മേളിലോട്ട് വന്ന് വരികയാണെങ്കിൽ അതിന്റെ ചേർച്ച് എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്താണ് സഭ എന്നുള്ളത് ആദ്യമേ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ആ പേരിൽ തന്നെ ചില കാര്യങ്ങൾ അന്തർലീനമായിരിക്കുന്നുണ്ട്. സഭ എന്നുള്ള പേര് തന്നെ ഉളവായി വരുന്നത് ഓരോ ഭാഷയിൽ ഓരോ മനസ്സിലാക്കലിലും ഓരോ പഠിപ്പിക്കലുകളെയും അടിസ്ഥാനമാക്കിയാണ്. അതുകൊണ്ട് പല ഭാഷയിൽ ഈ പേരിനെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണല്ലോ എന്ന് കരുതിയാണ്. എക്ലീസിയോളജിയുടെ ഒരു ഫണ്ടമെന്റൽ ആണ് അതിന്റെ ഒരു എറ്റിമോളജി എന്ന് പറയും. അതുകൊണ്ട് ആദ്യമായി തന്നെ ചേർച്ച് എന്ന് പറയുന്നത് അതിന്റെ പേര് കൊണ്ട് എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കാം. ഒന്നാമതായി സഭ എന്നുള്ളത് ഹീബ്രു ഭാഷയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്, ഉപയോഗിച്ചിരിക്കുന്നത്, പ്രയോഗിച്ചിരിക്കുന്നത് കഹൽ എന്ന് പറയുന്ന പേരുകൊണ്ടാണ്. കഹൽ എന്ന് പറയുന്ന ഹീബ്രു പദത്തിന്റെ അർത്ഥം ശബ്ദം കേട്ട് ഇറങ്ങിയവർ എന്നാണ്. കോലോ എന്നുള്ള പദവും ശബ്ദം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ കഹൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് അതനുസരിച്ച് ഇറങ്ങിയവർ എന്നുള്ള അർത്ഥം, അല്ലെങ്കിൽ യാത്ര തിരിച്ചവർ എന്നുള്ള അർത്ഥം, ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഒന്നിച്ചു കൂടിയവർ എന്നുള്ള അർത്ഥം. ഈ അർത്ഥത്തിലാണ് ഈ ഹീബ്രു ഭാഷയിൽ കഹൽ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സഭ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഇറങ്ങിയവർ, അവന്റെ ആജ്ഞയെ അനുസരിക്കുന്ന വീരന്മാർ എന്നുള്ള വിശേഷണങ്ങളൊക്കെ ആ പദത്തെക്കുറിച്ച് വെളിവാക്കപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ ഭാഷ ഞാൻ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ്. ഗ്രീക്ക് ഭാഷയിൽ സഭ എന്നുള്ളതിന് എക്ലീസിയ എന്നുള്ള പദമാണ് ഉപയോഗിക്കുക. എക്ലീസിയ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ ഉദ്ദേശത്തോടെ, ഒരു പ്രത്യേകമായ താല്പര്യത്തോടെ ഒരു സമൂഹത്തെ ഒന്നിച്ച് വിളിച്ചു കൂട്ടുകയാണ്. ഒരു സമൂഹത്തിന്റെ ഭാഗമായിരിക്കുന്നവരെ ഒന്നിച്ച് വിളിച്ചു ചേർക്കുക. ആ ലക്ഷ്യം എന്ന് പറയുന്നത്, ഒരു മീറ്റിംഗ്, ഒരു ഗാദറിങ് എന്ന് പറയുന്നത്, ആ വിളിച്ചു കൂട്ടുന്നതിന് ഒരു അജണ്ടയുണ്ട്, അത് ചേർന്ന് വരുന്നതിനൊരു ഉദ്ദേശമുണ്ട്, ചേർന്ന് വരുന്നവർ തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവത്തെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെയോ വിളിക്കുന്ന പേരാണ് എക്ലീസിയ എന്നുള്ളത് ഗ്രീക്ക് ഭാഷയിൽ. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒരു പ്രത്യേക ഉദ്ദേശത്തിനു വേണ്ടി വിളിച്ചു ചേർക്കപ്പെട്ടവർ എന്നുള്ള അർത്ഥത്തിലാണ് എക്ലീസിയ എന്ന പേര് ഉപയോഗിക്കുന്നത്. മറ്റൊരു പദമാണ് അരാമായ ഭാഷയിൽ ഈത്തോ എന്നുള്ള പദം ഉപയോഗിക്കും. ഈദ് തോ എന്ന് എഴുതുമെങ്കിൽ പോലും പെട്ടെന്ന് പ്രയോഗിക്കുമ്പോൾ ഈത്തോ എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈത്തോ എന്നുള്ള പദം മനസ്സിലാക്കി തരുന്നത്, അത് ഈ അറബിക് ഭാഷയിൽ നമുക്ക് ഈദ് കൊണ്ടാടുന്നതിനെ കുറിച്ച് നമുക്ക് പരിചയമുള്ളതാണ്, അല്ലേ? മുസ്ലിം നേഷൻസിലും അതുപോലെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളൊക്കെ ഈദ് കൊണ്ടാടുന്നതിനെ കുറിച്ച് പറയാറ്. അപ്പൊ ഈദ് കൊണ്ടാടുക എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണ്. ഉത്സവം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നത് പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം എടുക്കുമ്പോൾ, സഭയെ ഒന്നിച്ച് വിളിച്ചിറക്കുമ്പോൾ, ആ പുറപ്പാട് ആരംഭിക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രത്യേകമായ ഒരു കാര്യം പറയുന്നുണ്ട്. മരുഭൂമിയിൽ എൻ്റെ ജനത്തെ വിട്ടയക്കണം. എന്തിനു വേണ്ടിയാണ് വിട്ടയക്കേണ്ടത്? അവർ ഉത്സവം ആചരിക്കേണ്ടതിന് എന്നാണ് പറയുന്നത്. ഉത്സവം ആചരിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു അർത്ഥം ഒരു ഫെസ്റ്റിവൽ പ്രതീതിയാണ്. നമ്മൾ വിശുദ്ധ കുർബാന തന്നെ സെലിബ്രേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. അല്ലാതെ മറ്റൊരു പദം അതിന് ഉപയോഗിക്കാൻ ഇല്ലാഞ്ഞിട്ടല്ല. അതിന്റെ ഒരു തിയോളജിയും അതിന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്, ഒന്നിച്ച് ചേർന്ന് വരുമ്പോൾ, ഉദ്ധിതനായ കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ അനുഭവിക്കുന്ന സന്തോഷകരമായ അനുഭവം, അതൊരു ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സ്തോത്രമായ സ്വരത്തോടുകൂടി ഒന്നിച്ച് ചേർന്ന് വരുന്ന അനുഭവത്തെയാണ് അരാമായ ഭാഷ. മറ്റൊരു പദമാണ് ലാറ്റിൻ ഭാഷയിൽ പാരിഷ് എന്ന് പറയുന്ന പദം. ഇത് നമുക്ക് സാധാരണയായി ഉപയോഗിച്ച് ശീലമുള്ള ഒരു പദമാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ പലപ്പോഴും നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് പാരിഷ്. ഇപ്പോൾ മിഡ്ലാൻഡ് ഹെർമോൻ മാർത്തോമ പാരിഷ് എന്ന് നമ്മൾ പ്രയോഗിക്കാറുണ്ട്. പാരിഷ് എന്ന് പറഞ്ഞാൽ
പരൂസിയ എന്നുള്ള പദവുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ഉളവായിട്ടുള്ളതാണ് എന്ന് പറയും. എന്നാൽ പോലും ലാറ്റിൻ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു പിൽഗ്രിം കമ്മ്യൂണിറ്റി എന്നാണ്. ഒരു സോജേണർ, ഒന്നിച്ചുള്ള സഹയാത്രികർ, ഒരു ലക്ഷ്യത്തിലേക്ക് നോക്കി, ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നോക്കി യാത്ര ചെയ്യുന്ന അനുഭവത്തെ വിളിക്കുന്നതാണ്. സോ ഇറ്റ്സ് ഓൾവേസ് അത് ഡിനോട്ടഡ് ആസ് ഒരു പിൽഗ്രിം കമ്മ്യൂണിറ്റി, തീർത്ഥാടക സമൂഹം. തീർത്ഥാടക സമൂഹം എന്ന് പറയുമ്പോൾ ഒരു ലക്ഷ്യമുണ്ട്, അതിന്റെ അനുഭവങ്ങളുണ്ട്, അതിന്റെ വ്യത്യസ്തമായ കാര്യങ്ങളെ കുറിച്ച് ഞാൻ തുടർന്ന് വരുന്ന സ്ലൈഡുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് പാരിഷ് എന്നുള്ള പദവും നമുക്ക് ഫെമിലിയർ ആണ്. അതുകൊണ്ട് ഞാനിപ്പോ പറഞ്ഞു വന്നത് ഓരോ ഭാഷയിലുള്ള ഓരോ പദങ്ങളിലൂടെ, സഭയെ വിശേഷിപ്പിക്കുന്ന പദങ്ങളിലൂടെ അതിന്റെ പിന്നിലെ ഒരു അന്തസത്ത ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെന്ന് മാത്രമാണ്. അപ്പോൾ കഹൽ, എക്ലീസിയ, ഈത്തോ, അതോടൊപ്പം തന്നെ പാരിഷ്, ഈ പദങ്ങൾ നമുക്കൊന്ന് ഏകദേശം മനസ്സിലായി വന്നിട്ടുണ്ട്. അടുത്തതായ പദമാണ് ചർച്ച്. ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത്. അതിപ്പോ അതിന്റെ ഒരു ജർമ്മൻ അല്ലെങ്കിൽ സ്വീഡിഷ് ഒറിജിൻ ആണ് അതിന് നൽകപ്പെട്ടിരിക്കുന്നതെന്നാണ് ഭാഷാ പണ്ഡിതന്മാര് അഭിപ്രായപ്പെടുന്നത്. കാരണം ചേർച്ച് എന്ന് പറയുന്ന പദം ഉളവായി വന്നത് ഗ്രീക്ക് ഭാഷയിലെ കുരിയോസ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണെന്നാണ് ഭൂരിപക്ഷ വാദം. അത് ജർമ്മൻ ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ചേർച്ച് എന്ന് പറയുന്ന പദത്തെ ഉളവായി വരാൻ കാരണമായി തീരുന്നത്. അപ്പോൾ ചേർച്ച് എന്ന് പറഞ്ഞാൽ, കുരിയോസ് എന്ന് പറഞ്ഞാൽ യജമാനൻ എന്നാണെങ്കിൽ, യജമാനന്റെ ഇടമെന്നോ യജമാനന് വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഇടമെന്നോ എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. അല്ലെങ്കിൽ ദൈവമാകുന്ന യജമാനന്റെ, ഉടമസ്ഥന്റെ അധികാരത്തിൽ വരുന്നതെന്നോ അല്ലെങ്കിൽ ഉടമസ്ഥതയിലുള്ളതെന്നോ ഉള്ള അർത്ഥത്തിലാണ് ചേർച്ച് എന്നുള്ള പദം സാധാരണയായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് എ വെരി കോമൺ വേർഡ്. അതിന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, അതിന്റെ ഒരു എറ്റിമോളജിക്കൽ സെൻസ് ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അടുത്തത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ മലയാള ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് പള്ളി എന്ന് പറയുന്ന പദം. പള്ളി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മലയാള ഭാഷയാണെന്ന് നമ്മൾ പറയാറുണ്ടെങ്കിൽ തന്നെ പള്ളി എന്ന് പറയുന്നത് മലയാള ഭാഷയിൽ നിന്നുളവായതല്ല. അത് പഹ്ലവി എന്ന് പറയുന്ന ഭാഷയിൽ നിന്നാണ്. അതായത് ബുദ്ധമതക്കാരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിരുന്ന പാലി അല്ലെങ്കിൽ പഹ്ലവി എന്ന് പറയുന്ന ഭാഷയാണ്. ഭാഷാ പണ്ഡിതന്മാരുടെ ഒരു അഭിപ്രായത്തിൽ പഹ്ലവി ഭാഷ, അതിൽ പള്ളി എന്നുള്ള പദം ഹള്ളി എന്നുള്ള പദത്തിൽ നിന്ന്, പ്രത്യേകിച്ച് കന്നഡ ഭാഷയിൽ ഹള്ളി എന്ന് പറയുന്ന പദം നമുക്ക് ഫെമിലിയർ ആണല്ലോ, ഹള്ളി എന്നുള്ള പദത്തിൽ നിന്നാണ് ഉളവായത് എന്നൊരു വ്യാഖ്യാനം കേട്ടിട്ടുണ്ട്. ഹള്ളി എന്ന് പറഞ്ഞാൽ വില്ലേജ് എന്നുള്ള അർത്ഥമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വിശ്വാസ സമൂഹം ഒന്നിച്ച് താമസിക്കുന്ന ഇടമെന്നും അതോടൊപ്പം തന്നെ അവർ ഒന്നിച്ച് ആരാധിക്കുന്ന ഇടമെന്നും ആ ഒരു അർത്ഥതലം അതിനെ കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. ഈ തെക്കൻ തിരുവിതാംകൂറിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വി കൻ സി അഗ്രഹാരം. അഗ്രഹാരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റിയിലുള്ളവർ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലം മാത്രമല്ല, അവർ ആരാധിക്കുന്ന ഇടം കൂടി അതിന്റെ നടുവിലായിട്ട് കാണും. അതെല്ലാം കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് അഗ്രഹാരം. ആ പറഞ്ഞതുപോലെ ബുദ്ധമതത്തിൽ പള്ളി എന്ന് പറഞ്ഞാൽ ഒരേ വിശ്വാസത്തിലുള്ളവർ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലത്തെയും അവർ ആരാധനയ്ക്ക് വേണ്ടി വേർതിരിക്കുന്ന ഒരു ഇടത്തെയും കൂടെ ചേർത്താണ് പള്ളി എന്നുള്ള പ്രയോഗം നടത്തുന്നത്. ഒത്തിരി പള്ളികൾ നമ്മുടെ ഈ ദേശത്തുണ്ട്. ബുദ്ധമതത്തിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള ഒത്തിരി സ്ഥലങ്ങൾ നമ്മുടെ ഈ ദേശത്ത് തന്നെ ഉണ്ട്. അതായത് ചന്ദനപ്പള്ളി, ആതിരപ്പള്ളി, നമ്മുടെ പുതുപ്പള്ളി, ഈ കരുനാഗപ്പള്ളി, അങ്ങനെ പള്ളി ചേർത്ത് ധാരാളം സ്ഥലങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ പള്ളി എന്ന് പറയുന്നത് ഒരു ബുദ്ധമത ഒറിജിൻ ആണെങ്കിലും ക്രിസ്ത്യൻ ടെർമിനോളജി ഇത് എടുക്കുവാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വിശ്വാസ സമൂഹം, എ കമ്മ്യൂണിറ്റി ഓഫ് ബിലീവേഴ്സ് ഒന്നിച്ച് താമസിക്കുകയും അവരുടെ ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അതേ അർത്ഥത്തിൽ തന്നെയാണ്. മറ്റൊരു അർത്ഥതലം കൂടെ അതിന് നൽകപ്പെട്ടിട്ടുണ്ട്. ഈ പള്ളി എന്ന് പറയുന്നത് ബഹുമാനം കൊടുക്കേണ്ട ഒരു ഇടമെന്നുള്ള അർത്ഥത്തിലും അതിനെ ഉപയോഗിക്കാറുണ്ട്. ബഹുമാനം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട് പള്ളി എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. രാജാവ് ഉറങ്ങുന്ന കട്ടിലിനെ പള്ളിക്കട്ടിൽ എന്ന് വിശേഷിപ്പിക്കും. രാജാവ് പിടിക്കുന്ന കുടയെ പള്ളിക്കുട എന്ന് വിളിക്കും. അങ്ങനെ പള്ളി ചേർത്ത് പ്രയോഗിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ രാജാവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്റെ പേരിനോടൊപ്പം ഒരു പള്ളി കിടപ്പുണ്ട്, അത് അങ്ങനെ വന്നതല്ല, പള്ളിച്ചിറ എന്നാണ് എന്റെ പേര്, വീട്ടുപേര്.
അതുകൊണ്ട് വന്നു പോയെന്നേ ഉള്ളൂ. അങ്ങനെ അതുകൊണ്ട് പള്ളി എന്ന് പറയുന്നതിന്റെ ഒരു സെൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ പള്ളി എന്ന് പറഞ്ഞാൽ നിത്യനായ രാജാവുമായി ബന്ധപ്പെട്ട് അവന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഇടം, അവന്റെ ത്രോണോസ് ഇരിക്കുന്ന സ്ഥലമാണ് പള്ളി എങ്കിൽ, ആ നിത്യനായ രാജാവിന്റെ ഇരിപ്പിടമാണ് ത്രോണോസ് എങ്കിൽ, അവന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഇടവും ബഹുമാനം കൊടുക്കേണ്ടതായ ഇടവുമായി നമ്മുടെ പൂർവികർ നൽകിയ പ്രധാനപ്പെട്ട ഒരു പേരാണ് പള്ളി എന്ന് പറയുന്ന പേര്. അപ്പോൾ ഈ പറയുന്ന 4 പദങ്ങൾ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക് ഒന്നുകൂടെ കൊണ്ടുവരാം. ഒന്നാമത് ഞാൻ പറഞ്ഞ ഹീബ്രു ഭാഷയിൽ നിന്നാണ് കഹൽ എന്നുള്ള പദം ഉപയോഗിക്കും. രണ്ടാമത് ഗ്രീക്ക് ഭാഷയിൽ എക്ലീസിയ എന്നുള്ള പദം ഉപയോഗിക്കും. മൂന്നാമത് അരാമായ ഭാഷയിൽ ഈത്തോ എന്നുള്ള പദം ഉപയോഗിക്കും. ലാറ്റിൻ ഭാഷയിൽ പാരിഷ് എന്നുള്ള പദം ഉപയോഗിക്കും. ജർമ്മൻ അല്ലെങ്കിൽ സ്വീഡിഷ് ഒറിജിനൽ ഇംഗ്ലീഷ് ഭാഷയിൽ ചേർച്ച് എന്ന് പറയുന്ന പദം ഉപയോഗിക്കും. പഹ്ലവി അല്ലെങ്കിൽ പാലി ഭാഷയിൽ നിന്ന് പള്ളി എന്നുള്ള പദം ഉപയോഗിക്കും. ഇതിനെ ഞാനിത് ഇത്രയും ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം, ഇതിലെല്ലാം സഭ എന്നുള്ളതിന് പല രീതിയിലുള്ള മനസ്സിലാക്കലുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത്. എല്ലാ സഭയെ കുറിച്ചാണ് പറയുന്നത്, എന്നാൽ സഭ എന്ന് പറയുന്നതിനകത്ത് പല തരത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രം. ആട്ടെ, ഇങ്ങനെ സഭ പല രീതിയിൽ മനസ്സിലാക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ എങ്ങനെയുള്ള ഒരു സഭയാണ് നമ്മുടെ സഭ, നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ? അത് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ പേരിലൂടെ മനസ്സിലാക്കിയെങ്കിലേ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പേരിനെ കുറിച്ച് അതിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ ആ പേരിനകത്ത് എങ്ങനെയുള്ള ഒരു സഭയാണ് നമ്മുടെ സഭ എന്ന് അതിൽ കൊടുത്തിട്ടുണ്ട്. 3 തരത്തിലുള്ള വിശേഷണങ്ങളാണ് നമ്മുടെ സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള വിശേഷണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തേത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്, ജസ്റ്റ് ആൻ അനാലിസിസ്. ഒന്ന്, മലങ്കര എന്നുള്ള പേര്. രണ്ടാമത്തേത് മാർത്തോമ എന്നുള്ള പേര്. മൂന്നാമത്തേത് സിറിയൻ എന്നുള്ള പേര്. ഇത് 3ഉം സഭയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ള 3 വിശേഷണങ്ങളാണ്. അപ്പൊ എന്തൊക്കെയാണ് ഈ വിശേഷണങ്ങളുടെ പ്രാധാന്യമെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. മലങ്കര അല്ലെങ്കിൽ മലബാർ, ഇത് 2 പദങ്ങളും നമ്മുടെ ചർച്ചിന്റെ ഡോക്യുമെന്റേഷൻസിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ മലങ്കര എന്ന് പറയുന്നത് മലയാളകര അല്ലെങ്കിൽ മാല്യങ്കര എന്ന് പറയുന്ന പ്രദേശത്തെ സൂചിപ്പിക്കുന്നതാകുന്നുവെന്നും, അപ്പോൾ അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയായി ഉപയോഗിച്ചിട്ടിരിക്കുന്ന മലബാർ എന്ന് പറയുന്ന പദം അത് ഉളവായി വന്നത് പല തിയറീസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് തമിഴ് ഒറിജിനിൽ നിന്ന് വന്നതാണെന്ന് പറയുന്നുണ്ട്. തമിഴ് ഒറിജിനിലാണെങ്കിൽ മല എന്ന് പറയുന്നത് ഹിൽ അല്ലെങ്കിൽ മൗണ്ടൻ, ബാർ എന്ന് പറഞ്ഞാൽ റീജിയൻ, മലബാർ എന്ന് പറയുന്നത്. മനോരമയുടെ ഒരു സൺഡേ സപ്ലിമെന്റ് തന്നെ മലബാർ എന്നുള്ള പദം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. അറബ് ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. മാലിബാർ എന്ന് പറയുന്ന പദം, മാലിബാർ മലൈ എന്ന് പറഞ്ഞാൽ ഹില്ലെന്ന് തന്നെയാണ്, ബാർ എന്ന് പറഞ്ഞാൽ ഷോർ എന്നാണ്. അത് അറബ് ഇൻഫ്ലുവൻസിൽ നിന്ന് പറയപ്പെടുന്നതാണ്. അപ്പോൾ മലയുടെ ഷോറിൽ വരുന്നതായ ഭാഗം എന്ന് പറയാൻ, തീരം, മലയുടെ തീരം എന്നുള്ള അർത്ഥത്തിൽ അതിന് ഉപയോഗിക്കുന്നുണ്ട്. പോർച്ചുഗീസ് ഭാഷയിലും മലനാട് എന്നുള്ള പേര് ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദ്രാവിഡിയൻ ഒറിജിനെ കുറിച്ചും സാൻസ്ക്രിറ്റിലുള്ള പ്രയോഗങ്ങളെ കുറിച്ചും ഒക്കെ പല രീതിയിൽ ഈ പദത്തെ ഉപയോഗിക്കുന്നുണ്ട്. ഈ മുസറീസ് എന്ന് പറയുന്ന ഒരു സ്ഥലം പുരാതനമായ ഒരു പട്ടണമാണ്. ആ പട്ടണത്തിൽ ട്രേഡ് പല രാജ്യങ്ങളിൽ നിന്നും, പല ദേശങ്ങളിൽ നിന്നും, പേർഷ്യയിൽ നിന്നുണ്ടായിരുന്നു, ചൈനയിൽ നിന്നുണ്ടായിരുന്നു, സിറിയയിൽ നിന്നുണ്ടായിരുന്നു. അങ്ങനെ പല ദേശങ്ങളിൽ നിന്ന് ട്രേഡുകൾ നടത്തപ്പെട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട തുറമുഖ പട്ടണമാണ് മുസറീസ് എന്ന് പറയുന്നത്. ഈ ബ്രിട്ടീഷ് ഡോക്യുമെന്റേഷനകത്താണെങ്കിലും പുരാതനമായിട്ടുള്ള ഈ മലയാള കരയുടെ ഡോക്യുമെന്റേഷൻസിലാണെങ്കിലും മുസരീസിനെ കുറിച്ച് ധാരാളം പഠനം നടക്കുന്ന ഒരു കാലമാണ്. ഈ മുച്ചിറി എന്ന് പറയുന്നത് ഒരു ഷേപ്പിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. അതാണ് പിന്നെ പട്ടണം എന്ന് പറയുന്നതായ സ്ഥലമായിട്ട് തന്നെ രൂപപ്പെട്ടതെന്നും കൊടുങ്ങല്ലൂരിനടുത്ത് വരുന്ന ഭാഗങ്ങളാണ് തുടർന്നിങ്ങോട്ട് മലങ്കരയായി വ്യാപിക്കപ്പെട്ടതെന്നും ഒക്കെ അതിനെക്കുറിച്ച് ധാരാളം ചരിത്ര രേഖകളും ഒക്കെ ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എക്സ്കവേഷൻസ് ഇന്ന് പട്ടണം തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ധാരാളം നടക്കുന്നുണ്ട്. അപ്പോൾ മലങ്കര എന്ന് പറയുന്നതിന്റെ ഒരു ഉദ്ദേശം
എന്തിനാണ് സഭയോടൊപ്പം മലങ്കര എന്നുള്ള പദം ഉപയോഗിക്കുന്നത്? ഞാനിപ്പോ ഒരാളെ പരിചയപ്പെടും. ഇപ്പോൾ ജിനു സാറിനെ പരിചയപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. അപ്പം ജിനു സാറിനോട് ചോദിക്കുകയാണ്, സാറിന്റെ പേരെന്നാണ്? ജിനു എന്നാണ് പറഞ്ഞത്. അടുത്തത് നമ്മൾ ചോദിക്കുന്നത് സാറിന്റെ വീട് എവിടെ എന്നാണ് ചോദ്യം, അല്ലേ? അത് പറയാൻ കറ്റാനത്തിനടുത്താണെന്ന് പറയും. കറ്റാനത്തിനടുത്ത് എവിടാ? അത് ചുനക്കര എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയും. ആ ചുനക്കരയിൽ എവിടാ? പിന്നെയും നമ്മൾ ലൊക്കേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഒരാളുടെ ഐഡന്റിറ്റിയുമായിട്ട് ഏറ്റവും അധികം ബന്ധമുള്ളതാണ് ആ ആളിന്റെ സ്ഥലം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സഭയുടെ ഒറിജിൻ എവിടാ? എവിടെ നിന്നുള്ള ഒരു സഭയാണിത്? അത് മറ്റെങ്ങും നിന്നുള്ളതല്ല. ഇത് മലങ്കരയിലുള്ള സഭയാണ്. മലങ്കരയിൽ, മലയാളകരയിൽ ഉളവായി വന്നിട്ടുള്ളതാണ്. മലബാർ എന്നുള്ള പദത്തെ പ്രയോഗിക്കുന്നത് വെസ്റ്റേൺ റീജിയൻ ഓഫ്, അല്ലെങ്കിൽ വെസ്റ്റേൺ കോസ്റ്റൽ ഏരിയ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് മലബാർ എന്നുള്ള പദം തന്നെ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചെന്നൈ തൊട്ട് ഇങ്ങോട്ട് കിടക്കുന്ന വെസ്റ്റേൺ പാർട്ടിൽ, പ്രത്യേകിച്ച് വെസ്റ്റേൺ കോസ്റ്റൽ ഏരിയ മുഴുവൻ മലബാർ എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഒരു കാലമാണ്. അത് ബ്രിട്ടീഷിന്റെ ഡോക്യുമെന്റേഷൻസിലെല്ലാം അത് വരും. അപ്പോൾ പറഞ്ഞു വരുന്നതിന്റെ സാരം മലബാർ ആയിക്കോട്ടെ മലങ്കര ആയിക്കോട്ടെ, ഇത് ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുന്നതാണ്. സോ ദ മലങ്കര റെഫേഴ്സ് ടു എ ലൊക്കേഷൻ. ഇപ്പൊ ഗൂഗിൾ തന്നെ നമ്മളെ ശ്രമിക്കുന്നതന്നെ വേർ ആർ യു എന്നാണ്. ലൊക്കേറ്റിംഗ് യുവേഴ്സെൽഫ്, ലൊക്കേഷൻ ഷെയർ ചെയ്യാമെന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് ഒരു ഐഡന്റിറ്റിയുമായിട്ടും നമ്മുടെ നിലനിൽപ്പുമായിട്ടും ഏറ്റവും അധികം ബന്ധമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ചർച്ചിന്റെ എവിടെ നിന്നുള്ള ഒരു സഭയാണ് ഈ സഭ? ഇത് ഒരു ദേശീയ സഭയാണ്. ഇത് മലയാളകരയിലുണ്ടായ സഭയാണ്. ഇത് മലങ്കര സഭയാണ്. ഫസ്റ്റ് വൺ. രണ്ടാമത്തെ വിശേഷണമാണ് എന്നാ? മാർത്തോമ. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും മുഖം ഒന്നും കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ ഉറങ്ങുന്നില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവർക്കും ഞാൻ പറയുന്നത് മനസ്സിലാകുന്നതും കേൾക്കുന്നുമുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് മാർത്തോമ എന്നുള്ളത് എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. നമുക്കറിയാതെ സെന്റ് തോമസ് നമ്മൾ എപ്പോഴും ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട്, എന്നാൽ പോലും അതിന് ഇച്ചിരി റിച്ച് മീനിങ് ഉണ്ട്. അപ്പോ രണ്ട് പദങ്ങൾ ചേർത്ത് വെക്കുന്നതാണ് മാർത്തോമ. അപ്പോൾ എന്ന് പറഞ്ഞാൽ മാറട എന്നുള്ള അർത്ഥത്തിലല്ല. ഇതൊരു നമ്മുടെ അതിന്റെ ഒറിജിൻ നോക്കിക്കഴിഞ്ഞാൽ അരാമായ ഭാഷയിൽ നിന്നുള്ളതായ പദമാണ്. സുറിയാനി ഭാഷ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അരാമായ ഭാഷയിൽ എന്ന് പറഞ്ഞാൽ ഈ പുല്ലിംഗത്തിൽ ബഹുമാനം കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ്. അതായത് ഇപ്പോൾ ഞാൻ ജോൺ ടി തോമസ് അച്ഛനെ ഇപ്പം ബഹുമാനത്തോടെ വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്നുള്ള പദം ഉപയോഗിക്കാം. പ്രത്യേകിച്ച് സംപൂജ്യനായ, നിതാന്തി, വന്യ, ദിവ്യ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോർ എന്ന് പറയുന്ന പദം ഉപയോഗിക്കും. നമ്മുടെ ബിഷപ്പുമാരുടെയൊക്കെ പദത്തോടൊപ്പം മോർ തുടങ്ങിയ പദങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എന്ന് പറയുന്നത് തോമസ് എന്ന് പറയുന്ന, അല്ലെ തോമ എന്ന് പറയുന്ന പുല്ലിംഗത്തോട്, അതായത് ഒരാളുടെ പേരാണ്, ആ പുല്ലിംഗത്തോട് ചേർത്ത് ഉപയോഗിക്കുന്ന ബഹുമാനം കൊടുക്കേണ്ട പദമാണ്. അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ മിസ്റ്റർ എന്ന് ഉപയോഗിക്കുന്നത്. മിസ്റ്റർ എന്നുള്ള അങ്ങനെ ഡയലൂട്ട് ചെയ്ത് ചിന്തിക്കരുത്. എന്നാൽ പോലും ബഹുമാനം കൊടുക്കേണ്ട ശ്രീമാൻ എന്നുള്ള ഒരു അർത്ഥതലത്തിലാണ് മാർ എന്ന പദം ഉപയോഗിക്കുന്നത്. ഈ അതിന്റെ ഒരു ഫെമിനിൻ വേർഡാണ്. ഇപ്പൊ തോമസ് എന്ന് പറയുന്നതിന്, അല്ലെ തോമ എന്ന് പറയുന്നതിന് പകരം മറിയാമെന്നാണെന്ന് കരുതും. മറിയാമെന്നാണെങ്കിൽ മറിയാമെന്ന് പറയത്തില്ല. അപ്പോൾ അതിന്റെ ഫെമിനിൻ വേർഡ് എന്ന് പറയുന്നത് മർത്ത് എന്നാണ്. മർത്ത്. മാറിന്റെ ഫെമിനിൻ ആണ് മർത്ത് എന്ന് പറയുന്ന പദം. അപ്പം കന്യാമറിയാമിനെ കുറിച്ചാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ മറിയം എന്നാണ് പറയുന്നത്. കായംകുളത്തിനടുത്തൊരു മറിയം പള്ളിയുണ്ട്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം അവിടെ ചെന്ന് അവിടെ തന്നെ അവരോട് ചോദിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം, എന്താണ് ഈ മറിയം എന്നറിയാമോ? അപ്പോൾ മാർത്തയുടെയും മറിയയുടെയും വന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അപ്പൊ മാർത്തയും മറിയയും അല്ല, ഇത് മറിയ എന്ന സംപൂജ്യയായ ആളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന. ആ പറഞ്ഞതുപോലെയാണ് മാർത്തോമ എന്ന് പറയുന്നത് തോമസ് അപ്പോസ്തലനെ സൂചിപ്പിക്കുന്ന. സോ ഇറ്റ് ഗോട്ട് എ വെരി ഗുഡ് റിച്ച് ഡെപ്ത് ഇൻ ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡിങ്. പർട്ടിക്കുലർലി അതൊരു അപ്പോസ്റ്റോളിക് ട്രഡീഷനെ സൂചിപ്പിക്കുന്നു. എങ്ങനെ ഉളവായി വന്ന സഭയാണിത്? മലങ്കരയിൽ ഉണ്ടായ സഭയാണ്, ശരിയാണ്. എന്നാൽ ചുമ്മാ ഒരു ദിവസം അങ്ങ് പൊട്ടിമുളച്ച് എങ്ങാണ്ട് വെളിച്ചം കണ്ട് ഇറങ്ങിയവരല്ല. പകരം അപ്പോസ്തോലനാൽ സ്ഥാപിക്കപ്പെട്ട ഇതൊരു അപ്പോസ്തോലിക സഭയാണ്. എന്താണ് ഈ അപ്പോസ്തോലികം? 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പോസ്തോലികം എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്.
So the Marthoma refers to apostolic tradition. അപ്പോസ്തോലിക് എന്ന് പറയുന്നതിനകത്ത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ട്രൂ ഫെയ്ത്ത് തിയറി, ട്രൂ ഫെയ്ത്ത് ട്രഡീഷൻ എന്ന് വേണം പറയാം. ട്രൂ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസം, സ്തുതി ചൊവ്വാക്കപ്പെട്ട വിശ്വാസം. സ്തുതി ചൊവ്വാക്കപ്പെട്ട വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാന് കർത്താവിനെ കുറിച്ച് നേരിട്ടുള്ള ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനിൽ നിൽക്കുന്ന അനുഭവത്തിലാണ് അപ്പോസ്തലനെ കുറിച്ച് പറയുന്നത്. ഈ യോഹന്നാൻ സ്ലീഹ എഴുതുന്ന ലേഖനത്തിലാണെങ്കിലും പൗലോസ് സ്ലീഹ ആണെങ്കിലും വളരെ ശക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ കണ്ണ് കണ്ടതും ഞങ്ങളുടെ ചെവി കേട്ടതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് നിങ്ങളോട് പറയുന്നത് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആരാണ്ട് എങ്ങാണ്ട് പറയുന്നത് കേട്ട് വെച്ചുകൊണ്ട് പറയുന്നതല്ല, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാണ്, ഞങ്ങളുടെ ചെവി കൊണ്ട് കേട്ടതാണ്, ഞങ്ങളുടെ കൈ കൊണ്ട് തൊട്ടതാണ്. ആരെയാ? ജീവന്റെ വചനമാകുന്ന കർത്താവിനെ. സോ ഇറ്റ്സ് ഫസ്റ്റ് ഹാൻഡ്, നേരിട്ടുള്ള, ഞാൻ കണ്ടിട്ട് പറയുന്നതും ഞാൻ അനുഭവിച്ചിട്ട് പറയുന്നതും എങ്ങാണ്ട് കേട്ടിട്ട് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അതുകൊണ്ടാണ് ട്രൂ ഫെയ്ത്ത് എന്ന് പറയുന്നത്, സത്യവിശ്വാസം എന്ന് പറയുന്നത് ഡയറക്റ്റ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ. നമ്മുടെ വേദപുസ്തകത്തിന്റെ തന്നെ കാനനൈസേഷൻ നടക്കുമ്പോൾ അപ്പോസ്തലന്മാർ എഴുതിയ ലേഖനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. അത് വേദപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നതിന് കാനനൈസേഷൻ നടക്കുമ്പോൾ അത് കൊടുക്കാനുള്ള കാരണം ഇറ്റ്സ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ. നേരിട്ട് അപ്പോസ്തലന്മാർ എഴുതിയാണ്. അടുത്ത ക്രൈറ്റീരിയ കൊടുത്താണ് അപ്പോസ്തലന്മാരുടെ നേരിട്ടുള്ള ശിഷ്യന്മാർക്കായിരുന്നു അടുത്ത പ്രാധാന്യം കൊടുത്തു. ആ പറഞ്ഞതുപോലെ മാർത്തോമ എന്ന് പറയുന്നത് ഇത് നേരിട്ട് അപ്പോസ്തലനാൽ സ്ഥാപിക്കപ്പെട്ടതായ ഒരു സഭയാണ് എന്നുള്ള പ്രഖ്യാപനമാണ്. രണ്ടാമത്തേത് അപ്പോസ്റ്റോലിക് എന്നുള്ള പദത്തിന്റെ മറ്റൊരു സെൻസ് എന്ന് പറഞ്ഞാൽ പാരഡോസിസ് തിയറി എന്ന് പറയും. പാരഡോസിസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം കൈമാറ്റം ചെയ്യുക എന്നാണ് അർത്ഥം. കൈമാറ്റം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ള സെൻസിലല്ല. അത് ഏറ്റവും ശക്തമായിട്ട് ഉപയോഗിച്ചേക്കുന്നത് വിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുന്നത് എന്തെന്നാണ്. ഇപ്പോൾ പറഞ്ഞു വരുന്നതന്നെ, ഞാൻ സ്വന്തമായിട്ട് ഉത്പാദിപ്പിച്ചതോ എനിക്ക് സ്വന്തമായിട്ട് തോന്നിയോ കാര്യമൊന്നുമല്ല, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു, അത് നിങ്ങൾ കേൾപ്പിച്ചു. ഇപ്പം UK ഒരാൾ പോകുന്നുണ്ട് എന്ന് കരുതുക. എന്റെ കയ്യിൽ ഒരാൾ ഒരു സാധനം തന്നിട്ട് നമ്മുടെ ജോൺ ടി തോമസ് അച്ഛനെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അത് വിശ്വസിച്ച് ഒരാളിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഇതെന്തിനാ? ജോൺ ടി തോമസ് അച്ഛനെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു. ആ പറഞ്ഞതുപോലെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല, എന്റെ കയ്യിൽ കർത്താവിനാൽ ലഭിച്ചതാണ്. അതുകൊണ്ടാണ് കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങൾക്ക് ഏൽപ്പിച്ചതുമായ കാര്യം. അതാണ് വിശുദ്ധ കുർബാനയെ കുറിച്ച്. എല്ലാ വിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴും അല്ല, ഏത് വിശുദ്ധ കുർബാന സമയത്തും നമ്മൾക്ക് വായിക്കാൻ പറ്റുന്നൊരു ലേഖന ഭാഗമാണ് 1 കൊരിന്ത്യർ 11-ാം അധ്യായം എന്ന് പറയുന്നത്. കാരണം വിശുദ്ധ കുർബാനയുടെ ഫണ്ടമെന്റൽസ് ആണ് അവിടെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. പറഞ്ഞു വരുന്നത്, ഒന്നാമത് ഞാൻ പറഞ്ഞത് അപ്പോസ്തലനാൽ നേരിട്ടുണ്ടായ, രണ്ടാമത്തേത് ഞാൻ പറഞ്ഞത് ഒരു പാരഡോസിസ് എക്സ്പീരിയൻസ്, പ്രാപിച്ചത് നൽകപ്പെട്ടിരിക്കുകയാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഹെറിറ്റേജ് എന്ന് പറയുന്നത്. എന്റെ കരങ്ങളിലേക്ക് തന്ന് ഏൽപ്പിക്കുന്ന അനുഭവമാണ്. അതാണ് അപ്പോസ്റ്റോലിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ തലം, അപ്പോസ്റ്റൽ എന്നുള്ള പദത്തിന്റെ തന്നെ അർത്ഥം അയക്കപ്പെട്ടുകൊണ്ടെന്നാണ്. ദ വൺ ഹു ഈസ് സെന്റ്. 3 പദങ്ങൾ. അപ്പോസ്റ്റൽ എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്നത്, അപ്പോസ്തലോസ്. അതിന്റെ തന്നെ ആരാമായ ഭാഷയിൽ ഉപയോഗിക്കുന്ന പദമാണ് സ്ലീഹ എന്ന് പറയുന്ന പദം. അതുകൊണ്ടാണ് നമ്മൾ സ്ലീഹ വായന നമുക്ക് പരിചയമുള്ളതാണ്. അയക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. അതിന് തന്നെ ലാറ്റിൻ ഭാഷയിൽ ഉപയോഗിക്കുന്നത്, ഈ 3 ലാംഗ്വേജസ് ആയിരുന്നല്ലോ ആദ്യത്തെ 3 സെഞ്ചുറിയിൽ വളരെ പ്രിഡോമിനന്റ് ആയി ക്രിസ്ത്യൻ ലേണിങ്ങിനെയും ക്രിസ്ത്യൻ പ്രൊപ്പഗേഷനെയും ഏറ്റവും അധികം സഹായിച്ചു. അപ്പോൾ ഈ 3 സ്കൂൾ ഓഫ് തോട്ടിലും മൂന്നാമത്തേന്ന് ഞാൻ പറയുന്നത് ഈ ലാറ്റിൻ ഭാഷയിലാണെങ്കിൽ തന്നെ ലാറ്റിൻ ഭാഷയിൽ ഉപയോഗിക്കുന്നത് മിസിയോ എന്ന് പറയുന്ന പദം, മിഷണറി അല്ലെ മിഷൻ എന്ന് പറയുന്ന പദം. ഇത് മിഷണറി എന്ന് പറഞ്ഞാലും അയക്കപ്പെട്ടവൻ തന്നെയാണ്. 3 ഭാഷയിൽ 3 പേരിൽ അറിയപ്പെടുന്നതേ ഉള്ളൂ. കാര്യം ഒന്ന് തന്നെയാണ്. പറഞ്ഞു വരുന്നത് അയക്കപ്പെട്ടവൻ. ആരാൽ അയക്കപ്പെട്ടവൻ? ഏറ്റവും വലിയ മിഷണറി ആരാ? ഏറ്റവും വലിയ അപ്പോസ്തലൻ ആരാ? ഏറ്റവും വലിയ സ്ലീഹ ആരാ? ഒരു സംശയം കൂടാതെ പറയാൻ കഴിയണം, അത് കർത്താവാണ്.
കാരണം പിതാവിനാൽ അയക്കപ്പെട്ടവനാണ് കർത്താവെങ്കിൽ അപ്പോസ്തോലിക സമൂഹത്തിന്റെ കാരണഭൂതൻ കർത്താവാണ്. കർത്താവിനാൽ അയക്കപ്പെട്ടവരാണ് 12 സ്ലീഹന്മാർ, പന്തിരുവർ എന്ന് പറയുന്ന വേദപുസ്തകം സാക്ഷിക്കുന്ന പന്തിരുവരുടെ സമൂഹം എന്ന് പറയുന്നത്. അവിടെ 12+1 എന്ന് പറയുന്ന കോമ്പിനേഷൻ അത് അപ്പോസ്റ്റോലിക് ട്രഡീഷനെ അഫേം ചെയ്യുന്നതാണ്. ചില പള്ളികളിലൊക്കെ മധുബഹായിൽ ത്രോണോസിൽ 12 ക്യാൻഡിൽസ് സെറ്റ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 12 ക്യാൻഡിൽ ഒരു കുരിശും കൂടെ വെക്കും. കുരിശ് കർത്താവിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. 12 ക്യാൻഡിൽസും കൂടെ സെറ്റ് ചെയ്യും. നമ്മുടെ അഭിമന്യ തിരുമേനിമാരുടെ മസനബ്സ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ മസനബ്സായിൽ ഒരു വലിയ കുരിശ് കാണും. അതോടൊപ്പം കൊച്ചു 12 കുരിശ് കാണും. 12+1 കോമ്പിനേഷൻ. സ്ലീഹന്മാർ പഠിപ്പിച്ചത് അല്ലെ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സമൂഹമാണ് മോർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ തിരുമേനിമാരെല്ലാവരുടെയും ലക്ഷ്യം എന്നാണ്. അതൊരു അപ്പോസ്റ്റോലിക് ട്രഡീഷനാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ പേരും മാർ തിയോഡോഷ്യസ് അല്ലെങ്കിൽ മാർ അപ്രേം, മാർ സെറാഫിം, ഏത് പേര് തന്നെയാണെങ്കിലും തിരുമേനിമാർ ആയി കഴിയുമ്പോൾ അവർ എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് മെത്രാന്മാരായി അവരോധിക്കപ്പെടുമ്പോൾ അവർ ഒരു അപ്പോസ്റ്റോലിക് ട്രഡീഷന്റെ ഭാഗമായിട്ടാണ് മാർ അല്ലെങ്കിൽ മോർ എന്ന പദം ചേർക്കപ്പെടുന്നത് എന്ന് ഓർക്കാൻ വേണ്ടി സൂചിപ്പിക്കുന്നുവെന്ന് മാത്രം. ആട്ടെ, രണ്ടാമത്തേത് മർത്തോമ എന്നുള്ളത് അപ്പോസ്റ്റോലിക് ട്രഡീഷൻ ആണെങ്കിൽ മൂന്നാമത്തേത് സിറിയൻ എന്നുള്ള പദമാണ് ഉപയോഗിക്കുക. ഇംഗ്ലീഷിൽ സിറിയൻ എന്ന് പറയുന്നെങ്കിൽ പോലും മലയാളത്തിൽ നമ്മൾ സുറിയാനി എന്നാണ്. മലങ്കര മാർത്തോമ സുറിയാനി സഭ എന്നാണ് പറയുന്നത്. സോ ഐ പ്രിഫർ ടു യൂസ് സിറിയക് എന്ന് പറയുന്ന പദമാണ്. സിറിയക് എന്ന് പറയുന്നതും സിറിയൻ എന്ന് പറയുന്നതും സെയിം അല്ല, എന്നാൽ പോലും അതിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. സിറിയൻ എന്നുള്ള പദത്തിന്റെ ഉദ്ദേശം ഇറ്റ്സ് എ ലിറ്റർജിക്കൽ കൾച്ചർ. ലിറ്റർജിക്കൽ കൾച്ചർ എന്ന് പറയുമ്പോൾ കൾച്ചർ എന്നുള്ള കാര്യം ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഒരു ആരാധന സംസ്കൃതി നൽകി തരുന്നതിൽ സുറിയാനി സഭകൾക്ക് ഒരു പ്രത്യേക പങ്കുണ്ട്. നമുക്കറിയാം, നമ്മുടെ സഹോദര സഭകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പൊ CSI സഭയിൽ ചെന്നാൽ അവിടുത്തെ ചാൻഡിന്റെ മെത്തേഡും അവിടുത്തെ പ്രേയേഴ്സിന്റെ ഫോർമാറ്റും എല്ലാം ഡിഫറെന്റ് ആണ്. കാത്തലിക് ചർച്ചിൽ ചെന്നാൽ ഇപ്പോൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഞങ്ങൾ സ്തുതിയും സ്തോത്രവും കരയേറ്റും, ജനം ആമേൻ പറയുന്നു, ആമീൻ. അപ്പൊ നമ്മൾ അവിടെ വന്നെന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ സുറിയാൻ സഭകളിൽ നിന്ന് പറയുകയാണെങ്കിൽ, ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റും, ആമീൻ എന്നാണ് നമ്മൾ പ്രതിവാക്യം പറയുക. സോ ദ കൾച്ചർ ഇസ് ഡിഫറെന്റ്. നമ്മുടെ ഐഡന്റിറ്റി തന്നെ വ്യത്യാസപ്പെടുകയാണ്. പാട്ടിന്റെ ശൈലിക്കകത്ത് വ്യത്യാസമുണ്ട്. കൾച്ചർ എന്ന് പറയുന്നതിനകത്ത് പ്രധാനമായും ഞാൻ ഉദ്ദേശിച്ചത് ദ കൾച്ചർ ഓഫ് വർഷിപ്പ്. അതാണ് ഏറ്റവും പ്രധാനം. പലപ്പോഴും ഇതിനെ സിറിയൻ എന്നുള്ള പദത്തെ ഒരു കാസ്റ്റ് നെക്സസ് വന്നു പോയിട്ടുള്ള ഒരു അപകടം നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിനുവേണ്ടിയേ അല്ല. എന്നാൽ സുറിയാൻ സഭയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ എന്നും പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സമൂഹമാണ് സുറിയാൻ സഭ. എന്നാൽ മലങ്കരയുടെ ചരിത്രം പരിശോധിച്ചു കഴിയുമ്പോൾ സുറിയാനി ക്രിസ്ത്യാനികൾ, ഇപ്പോൾ ഞാൻ ഈ അടുത്തിടെ പത്രങ്ങളിലൊക്കെ പരസ്യം വരെ വരുന്നു, പെന്തക്കോസ്ത സമൂഹത്തിൽ പോലും സുറിയാനി പെന്തക്കോസുകാർ. അതെന്തൊരു പെന്തക്കോസാന്ന് എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊരു കാസ്റ്റ് ഐഡന്റിറ്റിയുമായിട്ടോ അതിനെ അല്ലെങ്കിൽ ഒരു ജാതി വ്യവസ്ഥയുമായിട്ടോ എങ്ങനെയോ ഏതോ തലത്തിൽ ബന്ധിപ്പിച്ച ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് അതൊരു അപകടകരമായ, വസ്തുതാവിരുദ്ധമായ, സത്യത്തിൽ ചരിത്രത്തിന് പോലും നിരക്കാൻ പറ്റാത്ത ഒരു അപകടമാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ അതിൽ സിറിയൻ എന്ന് ഉപയോഗിക്കുന്നത്, സുറിയാനി എന്ന് പറയുന്നത്, സുറിയാനി ഒരു ഭാഷയാണ്. ഭാഷയെ നമ്മുടെ മുമ്പിൽ വെക്കുന്നത് ഒരു വലിയ കൾച്ചറാണ്. ഞാൻ സുറിയാനി ഭാഷ പഠിക്കുന്നതിനുള്ള താല്പര്യം അഭിമന്യ സക്രിയാസ് തിരുമേനിയാണ് എന്നെ ഏറ്റവും അധികം നിർബന്ധിച്ചതും പ്രേരിപ്പിച്ചതുമല്ല. ഞാൻ ബർന്നബാസിന് വേണ്ടി സെക്രട്ടറി ആയിട്ട് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അഭിമന്യ തിരുമേനി അടൂര് ഹെർമോൻ അരമനെ വന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അഭിമന്യ ബർന്നബാസ് തിരുമേനി അത് ഏറ്റെടുക്കുകയും അത് വളരെയധികം എന്നെ പ്രോത്സാഹിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അന്ന് ജോസഫ് മാർത്തോമ മെത്രാപ്പോലീത്ത തിരുമേനിയാണ് നമ്മുടെ മെത്രാപ്പോലീത്ത തിരുമേനി. തിരുമേനി എൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ തിരുമേനി ഒരു ശുപാർശ കത്തുമായിട്ട് എന്നെ വിട്ടത് തിരുമേനിയുടെ തന്നെ മൽപ്പനായിരിക്കുന്ന കണിയാമ്പറമ്പിലെ കുര്യൻ എപ്പിസ്കോപ്പ അച്ഛൻ്റെ അടുത്തോട്ടാണ് വിട്ടത്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് എന്ന്
അച്ഛൻ ഒരു ആർച്ച് കോറപ്പിസ്കോപ്പയാണ്. വളരെ പണ്ഡിത ശ്രേഷ്ഠനാണ്. നമ്മുടെ പല ആരാധനക്രമവും ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന അച്ഛനാണ്. അപ്പൊ അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഞാൻ ആദ്യം സുറിയാനി ഭാഷ പഠിക്കാനുള്ള താല്പര്യത്തോടാണ് ചെന്നതും പറയുന്നതും ഒക്കെ. അച്ഛൻ ആദ്യം ഒരു പുസ്തകം എടുത്തു തന്നു. പുസ്തകത്തിന്റെ തലക്കെട്ട് അറാമൈക് ഗ്രാമർ എന്നാണ്. അറാമൈക് ഗ്രാമർ. ഓ, അന്നേരം അതെന്താ ഇങ്ങനെ? അപ്പോൾ ഇത് തന്നെയാണ് അത് തന്നെയാണ് ഇത് എന്നെനിക്ക് വിശ്വസിക്കാൻ വലിയ പ്രയാസം ഉണ്ടായിരുന്നു. പിന്നീട് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ സുറിയാനി എന്നുള്ള ഭാഷയ്ക്ക് ആ പേര് ലഭിച്ചതിന് ഒരു വെളിപ്പേരായിട്ട് കിട്ടിയതാണ്. ഒരു ഘട്ടത്തിൽ ലഭിച്ച ഒരു പേരാണ്. എങ്ങനെ, ഏത് ഘട്ടത്തിൽ ലഭിച്ചതാണെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ 3 പദങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന് അരാം എന്നുള്ള പദം, മറ്റേത് അരാമ്യൻ എന്ന് പറയുന്ന പദം, അരാമിൽ താമസിക്കുന്നവൻ അരാമ്യൻ. മൂന്നാമത്തേത് അവർ സംസാരിക്കുന്ന ഭാഷ അരാമായ ഭാഷ. ഈ ഓരോ യഹൂദനും യാഗം അർപ്പിക്കാൻ വരുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് അഫേം ചെയ്ത് പറയുന്നുണ്ട്, എന്റെ പിതാവ് ദേശാന്തരിയായ ഒരു അരാമ്യനായിരുന്നു എന്ന് പറയും. എന്തിനാ പറയുന്നത്? അത് അബ്രഹാമിനെ അഫേം ചെയ്ത് പറയാൻ വേണ്ടിയാണ്. അബ്രഹാമിന്റെ സന്തതിയാണ് എന്ന് അഫേം ചെയ്ത് പറയാം. അബ്രഹാമിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന പദമാണ് അരാമ്യൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വലിയ ഒരു ട്രഡീഷനെ, ആ ഒരു ഹെറിറ്റേജിനെ, ഒരു കൾച്ചറിനെ അഫേം ചെയ്തുകൊണ്ടാണ് യഹൂദന്മാരുടെ എല്ലാം ആരാധന നിർവഹിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. അത് കർത്താവിന്റെ തന്നെ കൽപ്പനയാണ്. നീ അത് ദൈവസന്നിധിയിൽ വരുമ്പോൾ നീ അത് ഏറ്റു പറഞ്ഞിട്ട് വേണം. യുവർ ഫാദർ ഹാസ് ബീൻ എ വാണ്ടറിങ് അരാമിയൻ എന്നുള്ളത് അഫേം ചെയ്തിട്ടാണ് ആരാധനയിലേക്ക് അവൻ അടുത്തു വരുന്നത് തന്നെ. പറഞ്ഞു വരുന്നത്, ഈ അരാമും അരാമ്യനും ആരാമായി ഈ പദങ്ങൾ പഴയ നിയമത്തിൽ ഹീബ്രു ഭാഷയിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ, ഹീബ്രു ഭാഷയിൽ നിന്ന് സെപ്റ്റജന്റ് എന്നുള്ള പേരിൽ ഗ്രീക്ക് ഭാഷയിലേക്ക് ഈ പഴയ നിയമം ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്ത്, ആ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അന്ന് അരാമിനോട് ലഭിച്ച പേരാണ് സിറിയ എന്ന് പറയുന്ന പേര്. അപ്പോൾ അരാമിനെ സിറിയ എന്നും അരാമിൽ താമസിച്ചിരുന്നവരെ സിറിയൻസ് എന്നും, അതോടൊപ്പം തന്നെ അവർ സംസാരിച്ചിരുന്ന ഭാഷ അരാമായ ഭാഷയ്ക്ക് സുറിയാനി എന്നും സുറിയോയോ എന്നുള്ള പദവും ഉപയോഗിച്ചു വന്നതാണ്. അപ്പോൾ ട്രാൻസ്ലേഷന്റെ സമയത്ത് കിട്ടിപ്പോയൊരു പേരാണ്. കർത്താവ് തന്നെ സംസാരിച്ച ഭാഷ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഗോസ്പൽ വിച്ച് ഈസ് സ്പോക്കൺ ഇൻ അരാമൈക് റിട്ടൺ ഇൻ ഗ്രീക്ക് എന്നാണ് പറയുന്നത്. സംസാര ഭാഷ അരാമായ ഭാഷയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു വൺ ഓഫ് ദ വേരിയന്റ് ആണ്. അല്ലെങ്കിൽ പല ഡയലക്റ്റുകൾ, 9 അല്ലെങ്കിൽ 12 ഡയലക്റ്റുകളോ ഉള്ളതിൽ 9ാമത്തെ ഡയലക്റ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്നു, അല്ലെ 5ാമത്തെ ഡയലക്റ്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കുന്ന ഒരു ഭാഷയാണ് സുറിയാനി എന്ന് പറയുന്ന പദം. അതുകൊണ്ട് അതൊരു വേദപുസ്തകത്തിന്റെ കൾച്ചറാണ്, വേദപുസ്തകത്തിന്റെ ആരാധന സംസ്കൃതിയുടെ കൾച്ചറാണ്. ഏലി ഏലി ലമാ ശബക്താനി എന്നുള്ളത് വേദപുസ്തകം പ്രഘോഷിക്കുന്ന പ്രാർത്ഥനയാണ്. അത് അരാമായ ഭാഷയിലും സുറിയാനി ഭാഷയിലും ഒന്നു തന്നെയാണ്. അതിന്റെ പിന്തുടർച്ചക്കാരാണ്. വേദപുസ്തകത്തിന്റെ വർഷിപ്പ് കൾച്ചർ തന്നെയാണ് മർത്തോമാ സഭയുടെ വർഷിപ്പ് കൾച്ചർ. അതാണ് സുറിയാനി എന്നുള്ള പദം കൊണ്ട് നമ്മൾ അഫേം ചെയ്യാനും ശ്രമിക്കുന്നത്. അത് തരുന്ന ഒരു സംസ്കൃതിയുണ്ട്, അതിന് ധാരാളം ഡെപ്ത് മീനിങ് ഉണ്ട് എന്ന് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് അത് വേഷവുമായിട്ട് ബന്ധമുണ്ട്, അത് ആരാധനയുമായിട്ട് ബന്ധമുണ്ട്, അത് ഭക്ഷണവുമായിട്ട് ബന്ധമുണ്ട്. ഈ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പം നാലാഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പണ്ടൊരു ബോർഡ് കണ്ടത് ഓർക്കുന്നുണ്ട്. സുറിയാനി തട്ടുകട എന്നുള്ള ഒരു ടൈറ്റിൽ കണ്ട ആ കടയെ ഞാൻ കയറിയതും ഞാൻ ഓർക്കുന്നുണ്ട്. എന്റെ സുഹൃത്തായ രബി എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹത്തും കൂടെ കൂട്ടിയാണ് ഞാൻ അവിടെ കയറിയത്. അപ്പോൾ അവിടെ കയറിയപ്പോഴാണ് എന്തെല്ലാം വെറൈറ്റി അപ്പങ്ങളാണ് സുറിയാനിക്കാരുടേതായി വിശേഷിപ്പിക്കുന്ന അപ്പങ്ങൾ. മലങ്കരയിൽ പുളിപ്പ് ചേർത്ത് അപ്പം ഉണ്ടാക്കാൻ പഠിപ്പിച്ചതും പ്രയോഗത്തിൽ വരുത്തിയതും നമ്മുടെ വട്ടയപ്പം, പാലപ്പം തുടങ്ങി പുളിപ്പ് ചേർത്തുണ്ടാക്കുന്ന, എന്തിന് നമ്മുടെ കുർബാനയുടെ അപ്പം പോലും പുളിപ്പ് ചേർത്താണ് ഉളവാക്കുന്നത്. സ്വയമായി പുളിക്കുന്ന അനുഭവമല്ല. ഇപ്പം ദോശയുടെ മാവ് അരി ഉഴുന്നും കൂടെ ചേർന്ന് വരുന്ന പുളിക്കുന്നത് പോലെയല്ല, പുളിപ്പ് പുറത്തു നിന്ന് ചേർത്ത്, പുളിപ്പ് ജീവന്റെ അടയാളമായിട്ടാണ് സഭ കാണുന്നത്. അങ്ങനെ പുളിപ്പ് ഇതിലേക്ക് ചേർത്ത്, പുളിപ്പ് പുളിപ്പ് മുഴുവൻ പിണ്ടത്തെയും പുളിപ്പിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ദൈവരാജ്യത്തിന്റെ അനുഭവത്തെ പ്രഘോഷിപ്പിക്കുന്ന അനുഭവമാണ് ലഹുമോ എന്ന് പറയുന്ന പദം.
പണ്ട് സദ്യക്ക് വിളമ്പുമ്പോൾ ഞാനൊരു പദ്യം ഇങ്ങനെ വായിച്ചത് എന്റെ ഓർമ്മയിൽ വന്നത് ഞാനിപ്പോ പറയട്ടെ. ഈ പഴം വിളമ്പുന്ന സമയത്ത് ആ കായികനിയാലെ വന്നൊരു പാപം, ആദാമിലൂടെ നമുക്ക് വന്നതായ പാപം ഫലത്തിലൂടെയാണ് നമുക്ക് വന്നത്. പഴം വിളമ്പുമ്പോൾ പാടുന്ന പാട്ടാണ്. അതിന് പുറകെ അപ്പം വിളമ്പുമ്പോൾ കായികനിയാലെ വന്നൊരു പാപം ജീവന്റെ വേദലഹേമിന്റെ അപ്പമായി തീർന്നവൻ ഞങ്ങളിൽ നിന്ന് മാറ്റിയല്ലോ എന്നുള്ള പാട്ട് പറഞ്ഞു വരുന്നത്. ഒരു ഭക്ഷണം വിളമ്പുമ്പോൾ പോലും അതിനുപയോഗിക്കുന്ന പാട്ടിൽ നമ്മുടെ പഠിപ്പിക്കലുകൾ ചാലിച്ചു ചേർത്ത് ചൊല്ലും ചോറുമായിട്ടായിരുന്നു സുറിയാനി സഭയിൽ ക്രമീകരിച്ചിരുന്നത്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, പേരിൽ എന്തിരിക്കുന്നു? പേരിൽ ഒത്തിരി കാര്യങ്ങൾ അന്തർലീനമായിരിക്കുന്നു. നമ്മുടെ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഇതിനോട് ചേർന്നിരിക്കുന്നു എന്നൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇത്രയും കാര്യം പറഞ്ഞു. മലങ്കര റെഫേഴ്സ് ടു എ ലൊക്കേഷൻ, മാർത്തോമ refers to apostolic, Syrian refers to a liturgical culture, a culture of worship, the culture of Bible, the culture of food, culture of dress. ഇതെല്ലാം അതുമായിട്ട് ചേർന്ന് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഒരു സഭയാണ് ഈ സഭ എന്നാണ് നാം പേരുകൊണ്ട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നത് സാരം. അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. അതിന്റെ ഒരു എക്ലീസിയോളജിയാണ്, സഭാശാസ്ത്രം. എന്താണെന്ന് ചോദിച്ചാൽ, ചർച്ച് എ പിൽഗ്രിം കമ്മ്യൂണിറ്റി, ഒരു തീർത്ഥാടക സമൂഹമാണ് സഭ എന്ന് ഞാൻ മുമ്പേ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. പാരിഷ് എന്നുള്ള പദത്തെ സൂചിപ്പിച്ചപ്പോൾ, ഒരു പിൽഗ്രിം കമ്മ്യൂണിറ്റി ആകുമ്പോൾ, തീർത്ഥാടക സമൂഹമാകുമ്പോൾ അതിനെ ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ പറ്റുന്ന പുസ്തകമാണ്, എക്ലീസിയോളജി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായി പഠിക്കേണ്ട പുസ്തകമാണ് എക്സഡസ് എന്ന് പറയുന്ന പുസ്തകം, പുറപ്പാട് പുസ്തകം. God who calls, God who provides and God who fulfills. ഇതാണ് എക്സഡസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 3 P's in the എക്സഡസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, the purpose of Exodus, the people that is involved in Exodus, and the place of Exodus. ഇത് മൂന്നും കൂടെ ചേർത്ത് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. സമയം കുറവായതുകൊണ്ട് ഞാൻ ഇത്തിരി ധൃതി വെച്ചാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് എന്നാൽ ആവോളം സ്പീഡ് എടുത്താണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് അച്ഛനെ വേറൊരു ദിവസം ഞങ്ങളുടെ കേറാച്ച, അച്ഛന് ഒരു ദിവസം കൊണ്ട് തീർക്കണമെന്നില്ല അച്ഛാ. ഓക്കെ അച്ഛാ, ഞാൻ എന്റെ മുമ്പിൽ ഈ 1 മണിക്കൂറിനുള്ളിൽ ഒതുക്കണമല്ലോ എന്നുള്ള അച്ഛന് വേറൊരു മീറ്റിംഗ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അച്ഛാ, കുഴപ്പമില്ല. ഓക്കെ 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 അച്ഛാ, താങ്ക് യു അച്ഛാ, താങ്ക് യു. അപ്പോൾ ഒന്നാമത്തേത് പർപ്പസ്. എക്സഡസ്, പുറപ്പാടിനൊരു ഉദ്ദേശമുണ്ട്. ചുമ്മാ അങ്ങ് ഇറങ്ങി പുറപ്പെടുകയല്ല ഒരു ദിവസം കൊണ്ട്, അല്ലെ ഒരു രാത്രി കൊണ്ട് അങ്ങ് ഇറങ്ങി പുറപ്പെടുകയല്ല. പുറപ്പാടിന്റെ ഉദ്ദേശം എന്നാണ്? വേദപുസ്തകം എന്നാണ് പറയുന്നത്. പുറപ്പാട് പുസ്തകം തന്നെ നമുക്ക് പരിശോധിച്ചാൽ 5-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം, പുറപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, അതുപോലെ 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ഞാൻ സമയം പോകുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ തന്നെ വായിക്കാം. 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, അതിനുശേഷം മോശയും അഹ്റോനും ചെന്ന് ഫറവോനോട്, മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എന്റെ ജനത്തെ വിട്ടയക്കണം എന്നാ പറയുന്നത്. മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന്, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഉത്സവം, സെലിബ്രേഷൻ എന്ന, ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് സഭയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പദമായിട്ട് വരാനുള്ള ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഫെസ്റ്റിവൽ. 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കാം, പുറപ്പാട് പുസ്തകം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടതെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. വളരെ ക്ലിയർ ആണ്, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. എന്തിനാണ് പർപ്പസ്? എന്താണ് പർപ്പസ്? ദൈവത്തെ ആരാധിക്കാനാണ് ജനത്തെ വിട്ടയക്കുന്നത്. ദ പർപ്പസ് ഓഫ് എക്സഡസ് ഈസ് വർഷിപ്പ്. ആരാധനയ്ക്ക് വേണ്ടിയാണ് ജനത്തെ വിട്ടയക്കുവാൻ വേണ്ടി ദൈവം ആവശ്യപ്പെടുന്നത്. 2-ാമത്തെ കാര്യം, ഹു ഓൾ ആർ ഇൻവോൾവ്. ആരൊക്കെയാണ് പുറപ്പെട്ടു വരുന്നത്? പുറപ്പാട് പുസ്തകം തന്നെ 10-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, അപ്പോൾ ഫറവോൻ മോശയെയും അഹ്റോനെയും വീണ്ടും വരുത്തി അവരോട്, നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിപ്പിൻ, എന്നാൽ പോകേണ്ടുന്നവർ ആരെല്ലാം എന്ന് ചോദിച്ചതിന്
മോശ ഞങ്ങൾക്ക് യഹോവയുടെ ഉത്സവം ഉണ്ടാകൊണ്ട് ഞങ്ങളുടെ ബാലന്മാരും വൃദ്ധന്മാരും പുത്രന്മാരും പുത്രിമാരുമായി പോകും. ഞങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും കൂടെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. പറഞ്ഞതിന്റെ സാരം എന്നാ? ആരൊക്കെയാണ് ആരാധനയ്ക്ക് പോകേണ്ടത്? ആരാധനയ്ക്ക് പോകേണ്ടത് ആവാലവൃദ്ധം ജനങ്ങളും എന്റെ സമ്പത്തും കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ആരാധനയ്ക്ക് പോകുന്നത്. അതിനുശേഷം സമയം മുഴുവൻ കൂടെ വായിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാ. നിങ്ങളുടെ പുരുഷന്മാര് മാത്രം പോയി ആരാധന നടത്തിയിട്ടേക്ക് വന്നാൽ പോരെ? ഫറവോൻ ചോദിക്കുന്നുണ്ട്. താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ എല്ലാരും കൂടെ പോകണ്ട, നിങ്ങളുടെ പുരുഷന്മാര് മാത്രം പോയിട്ട് വാ, എന്നിട്ട് പോയി ആരാധനയ്ക്ക് നടത്തിയിട്ട് വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന ഫറവോന്മാർ ഇന്നും ഉണ്ട് എന്ന് മറന്നു പോകരുത്. കാര്യം ആരാധനയ്ക്ക് ആരൊക്കെ പോണം? അപ്പനും അമ്മയും മാത്രം പോയാൽ മതിയോ? കുഞ്ഞുങ്ങൾ പോകണ്ടേ? നമുക്കുള്ള സകലതും ചേർത്ത് വെച്ച് നടത്തുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ആരാധന എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരാധന ആരാണ് നിർവഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് സകലരും ചേർന്ന് ഹോൾ ഹൗസ് ഹോൾഡ് ഇൻവോൾവ് ചെയ്താണ് ആരാധന നിർവഹിക്കപ്പെടേണ്ടത്. അപ്പം മാത്രം പോയാൽ പോരാ, അമ്മ മാത്രം പോയാൽ പോരാ, കുഞ്ഞുങ്ങൾ മാത്രമല്ല, എല്ലാവരും കൂടെ ചേർന്ന് വരുന്നതാണ് ആരാധനയ്ക്ക് വേണ്ടി പോകുന്നത്. അതുകൊണ്ടാണ് മോശ വളരെ കൃത്യമായി അത് നോട്ട് ചെയ്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അടുത്തത് പ്ലേസ്. എവിടെയാണ് ആരാധന നടക്കുന്നത്? 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം തന്നെ നമ്മൾ കണ്ടു. എങ്ങനെയാ? 5-ാം അധ്യായം അത് മരുഭൂമിയിൽ വെച്ചാണ് നാം യാഗം നടത്തുന്നത്, അല്ലെ ഉത്സവം ആചരിക്കുന്നത് എന്ന് പറയുന്നു. 3-ാമത്തെ അധ്യായത്തിന്റെ 18 മുതൽ അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ, എന്നാൽ അവർ നിന്റെ വാക്ക് കേൾക്കും, അപ്പോൾ നീയും ഇസ്രായേൽ മൂപ്പന്മാരും മിസ്രയീം രാജാവിന്റെ അടുക്കൽ ചെന്ന് അവനോട്, എബ്രായരുടെ ദൈവമായ യഹോവ ഞങ്ങൾക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു, ആകയാൽ ഞങ്ങൾ 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എവിടാണ് ആരാധന നടക്കുന്നത്? മരുഭൂമിയിലാണ്. മരുഭൂമി എന്ന് പറയുന്നത് നമുക്ക് തോന്നും കഠിനമാണ്, പ്രയാസമാണ്. ശരിയാണ്, പാട്ട് തന്നെ അങ്ങനെയാണല്ലോ പറയുന്നത്, മരുഭൂ യാത്ര അതികഠിനം എന്നാണ് പറയുന്നത്. പ്രതിസന്ധികൾ നിമിഷം. ശരിയാണ്. എന്നാൽ വേദപുസ്തകം നമ്മുടെ മുമ്പിൽ പറയുന്നത് മരുഭൂമി എന്ന് പറയുന്ന വിൽഡർനെസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഗോഡ്സ് ഇമിനന്റ് പ്രസൻസ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന സ്ഥലമാണ്. എന്റെ മരുഭൂമിയുടെ അനുഭവങ്ങളിലാണ് ദൈവം പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും കൂടെ നടക്കുന്ന അനുഭവമായി എനിക്ക് അനുഭവിപ്പാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ആരാധന നിർവഹിക്കപ്പെടുന്നത് മരുഭൂമിയിലാണെന്ന് പറഞ്ഞാൽ ഈ മരുഭൂമിയിൽ ദൈവം പാസീവായി മാറി നിൽക്കുന്ന അനുഭവമായിട്ടല്ല, ദൈവം അവരുടെ കൂടെ നടക്കുന്നതായും കൂടെ ഇറങ്ങുന്നതുമായിട്ടാണ് നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എക്സലസ് എന്ന് പറയുന്നത് അതിനൊരു പർപ്പസ് ഉണ്ട്. പർപ്പസ് ഇതാണ്, ആരാധനയാണ് ലക്ഷ്യം. അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ആരാധനയ്ക്ക് എങ്ങാണ്ട് നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്, മനുഷ്യർ ഇൻവോൾവ് ചെയ്താണ്, ഹോൾ ഹൗസ് ഹോൾഡ് ഇൻവോൾവ് ചെയ്താണ് ആരാധന നിർവഹിക്കപ്പെടുന്നത്. വർത്തമാനസഭയുടെ ആരാധനാ സംവിധാനം അനുസരിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആളില്ലെങ്കിൽ നമ്മൾ വിശുദ്ധ കുർബാന പോലും ചൊല്ലുകയില്ലല്ലോ. കാരണം പീപ്പിൾ പ്രസൻസ്, പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. മൂന്നാമത് പറയുന്നത് പ്ലേസ്. എവിടെയാണ് ആരാധന നിർവഹിക്കപ്പെടുന്നത്? മരുഭൂമിയുടെ അനുഭവത്തിലാണ് ആരാധന നിർവഹിക്കപ്പെടുന്നത്. അടുത്തത് നമുക്ക് ആ എക്സലൻസ് എക്സ്പീരിയൻസിൽ തന്നെ കാണുന്നത് ഗോഡ്സ് ഇനീഷ്യേറ്റീവ് ആൻഡ് പീപ്പിൾസ് ഇനേർഷ്യ. ദൈവമാണ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. അത് ഏറ്റവും ശക്തിയായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ഈ ദൈവം മോശയോട് സംസാരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് മുൾപ്പടർപ്പിന്റെ അനുഭവത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ പറയുന്നത്, അയ്യോ എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് മോശയോട് പറയുകയാണ്, നിന്നെ അങ്ങോട്ട് ഫറവോന്റെ മുമ്പിൽ കൊണ്ട് നിർത്താൻ പോവാ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ദൈവം ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുകയാണ്. ദൈവം ഉടമ്പടിയെ മറക്കുന്നവനായിട്ടല്ല, ഉടമ്പടിയെ നീക്കുന്നവനായിട്ടല്ല, പകരം ഉടമ്പടിയെ ഓർക്കുന്നവനായിട്ടാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം
5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: മിസ്രൈമ്യർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ഞരക്കം ഞാൻ കേട്ട് എന്റെ നിയമം ഓർത്തുമിരിക്കുന്നു. അവരോട് ചെയ്ത കവണന്റ്, നിയമം എന്ന് പറഞ്ഞാൽ കവണന്റാണ്. ആ കവണന്റ്, ആ ഉടമ്പടി ഞാൻ ഇപ്പോഴും ഓർത്തുമിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ രക്ഷിച്ചേ ഞാൻ അടങ്ങും. ഗോഡ്സ് ഇനീഷ്യേറ്റീവ്, അതാണ് വിഷയം. എന്തുകൊണ്ടാണ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്? ഇറ്റ് ഈസ് ത്രൂ ദ കവണന്റൽ റിലേഷൻഷിപ്പ്. ഉടമ്പടി ബന്ധത്തിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നതായി, ദൈവം ഇനീഷ്യേറ്റീവ് എടുക്കുന്നതായി നമ്മൾ കാണുന്നു. അടുത്തത് ജനത്തിന്റെ പ്രതികരണമാണ്, പീപ്പിൾസ് റെസിസ്റ്റൻസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇനേർഷ്യ എന്നുള്ള പദം ഉപയോഗിച്ചത്. ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇന്നിങ്ങനെ ഒരു മൊമെന്റം, ഫിസിക്സിൽ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യാറുള്ളതാണ്. ഒരു മൊമെന്റം ഒരു കാര്യത്തിനുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള അതിന്റെ ഇഷ്ടത്തെ വിളിക്കുന്ന പേരാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ചേഞ്ച് വരുത്താൻ ഇഷ്ടമില്ല. ഇന്ന് ജോലിക്ക് പോയി, നാളെയും ജോലിക്ക് പോയി, മറ്റന്നാളും ജോലിക്ക് പോയി, അങ്ങനെ തന്നെ പോവുക. എല്ലാ ദിവസവും ജോലി തന്നെ ജോലി. ആ അനുഭവമാണ്, അതിൽ നിന്ന് മാറാൻ ഇഷ്ടമില്ലാത്ത അനുഭവത്തെ വിളിക്കുന്ന പേരാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ദൈവം അവരെ വിടുവിക്കാൻ ശ്രമിക്കുമ്പോൾ ജനത്തിന്റെ പ്രതികരണം എന്താണ്? പുറപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം നോക്കിക്കഴിഞ്ഞാൽ അതിൽ പറയുന്നുണ്ട്: അവരോട് നിങ്ങൾ ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരെയും മുമ്പാകെ ഞങ്ങളെ നാറ്റി ഞങ്ങളെ കൊല്ലുവാൻ അവരുടെ കയ്യിൽ വാൾ കൊടുത്തത് കൊണ്ട് യഹോവ നിങ്ങളെ നോക്കി ന്യായം വിധിക്കട്ടെ എന്ന് അവർ പറഞ്ഞു. ജനം പറയുക മോശയോട്, ഇവരെ വിളിച്ചിറക്കാൻ തുടങ്ങുന്നു, കർത്താവ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നു, ദൈവം ഇനീഷ്യേറ്റീവ് എടുക്കുന്നു എന്ന് പറയുമ്പോൾ ജനത്തിന്റെ പ്രതികരണമാണ്: ഞങ്ങളെ കൊല്ലാക്കൊല ചെയ്യാൻ വേണ്ടി, കൊല്ലാക്കൊല എന്നല്ല, വാൾ കൊടുത്ത് ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ പണിക്ക് ഇറങ്ങുന്നതെന്നാണ് ജനത്തിന്റെ പ്രതികരണം. ആട്ടെ, ജനം ഇങ്ങനെ പ്രതികരിച്ചെന്ന് കരുതി പീപ്പിൾസ് ഇനേഷ്യ എന്ന് പറയുന്നത് നമ്മൾ ഇതാണ്. പ്രത്യേകിച്ച് നമുക്ക് ജോലി വർക്കഹോളിക് ആകുന്ന ഒരു അനുഭവം പല സമയത്തും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പള്ളിയിൽ എന്നാ വരാൻ പറ്റാതെ, ജോലിയാച്ചാ, ഫുൾ ടൈം ജോലിയാ. ഞാൻ പ്രത്യേകിച്ച് ന്യൂയോർക്കിൽ ഇരിക്കുന്ന സമയത്ത് രാവും പകലും 3 ഷിഫ്റ്റും ഒക്കെ ഡ്യൂട്ടിക്ക് പോകേണ്ടതായിട്ടുള്ള അവസ്ഥയുണ്ട്. കാര്യം വീട്ടിലെ അവസ്ഥകളുണ്ട്, പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്, അതെല്ലാം ഞാൻ സമ്മതിക്കും. എന്നാൽ ഇത് നമുക്കങ്ങ് ശീലമായി കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഒരു അടിമത്തത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു അനുഭവം. ഫറവോൻ എപ്പോഴും ആവശ്യപ്പെടുന്നത് ജോലിക്ക് വരാൻ തന്നെ. ഫറവോന്റെ ഇഷ്ടവും ജോലിയിൽ തന്നെ തുടരുക എന്നുള്ളതാണ്. എന്നാൽ അതിൽ സംഭവിക്കേണ്ട ഒരു കാര്യം ശാബത്ത് ആസ് റെസിസ്റ്റൻസ്. അത് മനോഹരമായ ഒരു പുസ്തകമാണ്, വാൾട്ടർ ബ്രൂഗർമാന്റെ ഒരു മനോഹരമായ പുസ്തകമാണ് ശാബത്ത് ആസ് റെസിസ്റ്റൻസ്. ദൈവം ശബത്ത് കൊണ്ടുവന്നത് പണി മാത്രം പോരാ, നീ വിശ്രമിക്കണം, ഇതാണ് പറയുന്നത്. യെശയ്യാപ്രവചനത്തിലൂടെ ദൈവം ജനത്തെ ആശ്വസിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്: വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം എന്നാണ് പറയുന്നത്. വിശ്രമം ഒരുക്കുന്ന ഒരു ദൈവം. ശാബത്ത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ മടിത്തട്ടിലുള്ള ഒരു വിശ്രമമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം ഇനീഷ്യേറ്റീവ് എടുക്കുകയാണ്. 3-ാമത്തെ കാര്യം, ദൈവം വിടാതെ പിടിക്കുകയാണ്. ഈ പുറപ്പാട് പുസ്തകത്തിന്റെ തന്നെ 7-ാമത്തെ അധ്യായം നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഈ പറയുന്ന കാര്യം അവിടെ പറയുന്നുണ്ട്. 1 മുതൽ 7 വരെയുള്ള വാക്യം മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. അപ്പോൾ മോശ ആദ്യം ഒഴിവ് പറഞ്ഞ് മാറാൻ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇസ്രായേൽ മക്കളുടെ പിറുപിറുപ്പ് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോ പറയുകയാണ്: ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഞാൻ ഇരിക്കും, ഞാൻ നിങ്ങളെ വഴിക്ക് വെച്ചിട്ടേച്ച് പോവുകയില്ല എന്നാണ് പറയുന്നത്. ഗോഡ്സ് പെർസിസ്റ്റൻസ് എന്ന് പറയുന്ന ഇതാ. ഈ പെർസ്വേഡ് ചെയ്യുക മാത്രമല്ല, പകരം പെർസിസ്റ്റൻസ് എന്ന് പറയുന്നത് നിരന്തരമായ സാന്നിധ്യം നൽകി ദൈവം അനുഗ്രഹിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം, God who remembers the covenant takes the initiative. When people expresses their resistance, or when they express their inertia, God is the one who does not leave them, but instead to be with them in their struggle, to redeem them and to deliver them. ഈ യാത്രയുടെ ഇടയ്ക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ സഭയുടെ ഒരു അടിസ്ഥാനപരമായ ഒരു കാര്യം മനസ്സിലാക്കപ്പെടേണ്ടത്, കോൺസെപ്റ്റ് ഓഫ് റാസ. റാസ എന്നുള്ള പദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ സഹോദരി സഭകളിലൊക്കെ പെരുന്നാളൊക്കെ നടക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് റാസായിക്ക് പോവാന്ന് കേട്ടിട്ടുണ്ടാവും. റാസ,
ആ റാസാനാണ് ഈ റാസ. റാസ എന്നുള്ള പദത്തിന്റെ അതിന്റെ ഒറിജിൻ എന്താണെന്നൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒറിജിനേറ്റഡ് ഫ്രം ദ വേർഡ് റസ്. റസ് എന്ന് പറഞ്ഞാൽ രഹസ്യം എന്നാണ് അർത്ഥം. രഹസ്യം. ഞാനിപ്പം ജിനു സാറിനോട് ഒരു കാര്യം പറഞ്ഞിട്ട് പറയാണ്, സാറേ ഞാൻ സാറിനോടെ ഇത് പറഞ്ഞിട്ടുള്ളൂ, വേറെ ആരോടും ഇത് പറയണ്ട. പറഞ്ഞതിന്റെ സാരി എന്നാ, വേറെ ആരോടും ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാനും ജിനസാറും തമ്മിൽ ഒരു പ്രത്യേകമായ അടുപ്പമോ ബന്ധമോ ഉണ്ടെന്നുള്ളതിന്റെ അടയാളമാണ് സത്യത്തിൽ രഹസ്യം സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് രഹസ്യം എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് എന്നൊരർത്ഥവും അതിനുണ്ട്. എ സീക്രട്ട് വിതിൻ ദ കമ്മ്യൂണിറ്റി ഈസ് കോൾഡ് റാസ. ഈ ഉദാഹരണം പറഞ്ഞാൽ, ഈ പെസഹയുടെ അനുഭവത്തിലേക്ക് അവർ അടുത്തു വരിക, വിടുതലിന്റെ അനുഭവത്തിലേക്ക് അവർ അടുത്തു വരുമ്പോൾ അവരെ വിടുവിച്ചുകൊണ്ട് വരുന്നതിന് ദൈവം ചില വിദ്യകൾ അല്ലെങ്കിൽ ദൈവം ചില ക്രമീകരണങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. ദ പ്ലാൻ ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് അവർ പറയുന്നുണ്ട്, അവരോട് പറയുന്നുണ്ട്, ഒരാടിനെ നിങ്ങൾ കുഞ്ഞാടിനെ ബലിയായിട്ട് കൊടുക്കണം. ആ കുഞ്ഞാടിന്റെ രക്തം കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടി മേലും പുരട്ടണം. സംഹാരദൂതൻ വരുമ്പോൾ അതിനെ രക്തം അടയാളമായിട്ടുള്ളിടത്ത് അതിനെ വിട്ടൊഴിഞ്ഞു പോകും. ഇത് ഇസ്രായേൽ കമ്മ്യൂണിറ്റിക്ക് അറിയാം, എന്നാൽ മിസ്രൈമിന് അറിയാമോ? അറിയത്തില്ല. ഇതാണ് സീക്രട്ട് വിതിൻ ദ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ സാരം, വിതിൻ ദ കമ്മ്യൂണിറ്റി അറിയാം, എന്നാൽ പുറത്തുള്ളവർക്ക് ഇത് മനസ്സിലാകത്തില്ല. ഇതാണ് പറയുന്നതിന്റെ സാരം. അതുകൊണ്ട് സീക്രട്ട് വിതിൻ ദ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ശക്തിയോടെ ഉപയോഗിക്കുന്നത് ക്രിസ്തീയ സമൂഹത്തെ ആദിമ നൂറ്റാണ്ടുകളിൽ ഉപയോഗിച്ചാൽ. എന്നാ പറഞ്ഞാൽ നമ്മളെ വിളിച്ചിരുന്ന ഒരു പേരാണ് മനുഷ്യനെ തീനികൾ എന്ന് വിളിക്കും. മനുഷ്യനെ തീനികൾ എന്ന് വിളിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതുകൊണ്ട് ഗുഹകളില് അല്ലെങ്കിൽ രഹസ്യ ഇടങ്ങളിലൊക്കെ വെച്ചാണ് ആരാധന നടക്കുന്നത്. മറ്റുള്ളവർ കാണുന്നുണ്ട് നമ്മൾ ആരാധനയ്ക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് നമ്മളെ കുറിച്ച് പറയുന്നത് അവര് ഒരു മനുഷ്യന്റെ ശരീരം തിന്നുകയും അവന്റെ രക്തം ഊറ്റി കുടിക്കുകയുമാണ് ചെയ്യുന്നത്. പുറത്തുള്ളവന് അതാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നവരെ സംബന്ധിച്ച് വിതിൻ ദ കമ്മ്യൂണിറ്റി ഇത് കർത്താവിന്റെ രക്ഷാകരമായ ശരീരവും രക്തത്തിന്റെയും അനുഭവത്തിൽ പങ്കുകാരാകുന്ന അനുഭവമാണ്. എന്നാൽ പുറത്തു നിന്ന് നോക്കുന്നവന് ഒരു മനുഷ്യനെ കൊന്നു തിന്നുക എന്നുള്ള അനുഭവത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സഭയെ സംബന്ധിച്ച് സീക്രട്ട് വിതിൻ എ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയെ സൂചിപ്പിക്കുന്നതാണ്. ഈ രഹസ്യം വെളിവാക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. രഹസ്യം എന്നും രഹസ്യമായിട്ടിരിക്കുകയല്ല. ഈ കടിഞ്ഞൂൽ സംഹാരം നടക്കുന്ന സമയത്ത് തന്നെ അത് വെളിവാക്കപ്പെടുകയും കൂടാണ്. ദൈവത്തിന്റെ പദ്ധതി എന്നാണ് വെളിവാക്കപ്പെടുന്നത്. ദൈവത്തിന്റെ സമയത്താണ് അത് വെളിവാക്കപ്പെടുന്നത്. ആ രാത്രിയിലല്ല വെളിവാക്കപ്പെടുന്നത്. പിറ്റേ ദിവസമാണ് ഫറവോനും കൂട്ടരും അറിയുന്നത്, ഓ ഇങ്ങനെ കാര്യം സംഭവിച്ചു എന്ന് മനസ്സിലാകുന്നു. അവരെ വിട്ടയക്കാൻ വേണ്ടി ക്രമീകരണം ചെയ്യുന്നു. സോ the secret is not always the secret, but instead that has a revealing power, that has a manifestation phase. അത് കൂടെ അറിഞ്ഞിരിക്കണം. അത് മനസ്സിലായി വരുന്നതിന് അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറയുന്നുണ്ട്, മെശിഹ രഹസ്യം എന്ന് പലപ്പോഴും അതിനെ വിശേഷിപ്പിക്കാറുമുണ്ട്. പറഞ്ഞു വരുന്നത്, ഇപ്പൊ നിങ്ങൾ ഇത് ആരോടും പറയണ്ട എന്ന് കർത്താവ് തന്നെ പറയുന്നതായ പല രംഗങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അത് അറിയേണ്ട ഒരു സമയത്ത് അവരത് അറിയും എന്ന് പറയുന്ന അനുഭവം. ആട്ടെ, അതിന് മറ്റൊരർത്ഥം കൂടെയുണ്ട്. 4 കാര്യങ്ങളാണ് റാസ എന്ന് പറയുന്ന പദത്തെ നോട്ട് ചെയ്യുന്നത്. സാൽവേഷൻ പ്ലാൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി. ഇതിന്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ ആരാണെന്ന് ചോദിച്ചാൽ ദൈവം തന്നെയാണ്. ദൈവമാണ് മോശയ്ക്കും അഹ്റോനും കാര്യങ്ങൾ പകർന്നു കൊടുക്കുന്നതും ചെയ്തു കൊടുക്കുന്നതും ക്രമീകരിച്ചു കൊടുക്കുന്നതും. അപ്പോൾ ദ പ്ലാൻ, സാൽവേഷൻ, രക്ഷാകരമായ പദ്ധതി എന്ന് പറയുന്നത് മറ്റേയാരുടേതുമല്ല, ദൈവത്തിൻ്റെതാണ്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തീയ സഭയുടെ വിശ്വാസം അനുസരിച്ചും ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയെ വിളിക്കുന്ന പേരാണ് റാസ എന്ന് പറയുന്ന അനുഭവം. ആ രക്ഷാകര പദ്ധതിയെ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, കാസ എന്ന് വിളിക്കും. കാസ്. ഈ കാസ എന്നുള്ള പദം നമുക്ക് ഏറ്റവും ഫെമിലിയർ ആണ്.
മരണക്കാസ എന്ന് വിളിക്കും. കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന നമ്മുടെ കാസയെ കുറിച്ച് നമുക്ക് പരിചയമുണ്ട്. കാസ എന്നുള്ള പദം തന്നെ ഉളവായി വന്നത് വളരെ മനോഹരമായ ഒരു എറ്റിമോളജിയിലുള്ള കൊസ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് കാസ എന്നുള്ള പദം ഉളവായി വന്നത്. കൊസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു ഒരു പക്ഷിയുടെ പേരാണ്. പക്ഷി എന്ന് പറഞ്ഞാൽ ഈ ഞങ്ങളുടെയൊക്കെ നാട്ടില് ഈ കണ്ടമൊക്കെ ഉഴുത് മറിച്ച് കഴിയുമ്പോൾ വെള്ളത്തൂവലുള്ള, കാലിന് നല്ല നീളമുള്ള, കൊക്കിന് നല്ല നീളമുള്ള ഒരു പക്ഷിയുണ്ട്. കൊക്കുമുണ്ടി എന്ന് ഞങ്ങൾ വിളിക്കും. അപ്പോ ഈ ഇങ്ങനെ ആ ടൈപ്പിൽ വരുന്ന, അല്ലെ ഗ്രീക്കൻ മിത്ത് അനുസരിച്ച് പറയുകയാണെങ്കിൽ പെലിക്കൻ ബേർഡ് എന്ന് വിളിക്കാം. ആ രീതിയിൽ ബ്ലീഡിങ് ബേർഡ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു പാലസ്തീൻ നാടുകളിലുള്ള ഒരു പക്ഷിയുടെ പേരാണ് കസ്, അല്ലെ കൊസ് എന്ന് പറയാം. അപ്പോ ഈ കൊസിന്റെ ഒരു പ്രത്യേകത എന്നാണെന്ന് ചോദിച്ചാൽ, ഇര തേടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇര തേടി പോയിട്ട് വരുമ്പോൾ ഇര കിട്ടാതെ മടങ്ങി വരേണ്ടി വന്നാൽ ആ പക്ഷി തന്റെ ശരീരത്തിൽ കൊക്ക് ഉപയോഗിച്ച് കൊത്തി ആഴത്തിൽ മുറിവുകൾ ഉണ്ടാക്കും. അതിൽ നിന്ന് രക്തം ഊർന്നു വരുന്നത് കുഞ്ഞു പക്ഷികൾക്ക് കുടിക്കാൻ കൊടുക്കും. ആ കുഞ്ഞു പക്ഷികൾ അതിന്റെ രക്തം കുടിച്ച്, അമ്മപ്പക്ഷിയുടെ രക്തം കുടിച്ച് ജീവൻ നിലനിർത്തും. അമ്മപ്പക്ഷി മരിക്കും. അങ്ങനെ രക്തം കൊടുത്ത് ജീവൻ നേടുന്നതിനെ വിളിക്കുന്ന പേരാണ് കാസ എന്ന് പറയുന്ന അനുഭവം. അതുകൊണ്ട് രക്തത്താലുള്ള രക്ഷ എന്നാണ് കാസ എന്നുള്ള പദത്തിന്റെ അർത്ഥം. കപ്പ് ഓഫ് സാൽവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ 116 സങ്കീർത്തനം പറയുന്നുണ്ട്, ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെ രക്ഷയുടെ പാനപാത്രമാണ് സത്യത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി കുടിച്ചത് എന്നും അവൻ പാനപാത്രം വഹിച്ചത് നമ്മുടെ രക്ഷയുടെ ഏറ്റവും വലിയ മാസ്റ്റർ പ്ലാൻ ആണെന്നും സഭ പ്രഘോഷിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് റാസ എന്ന് പറയുന്ന പദം കൊണ്ട് അർത്ഥമാകുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞ്, ഞാൻ സാറേ സമയം കഴിഞ്ഞു, എനിക്കൊരു 5 to 10 minutes കൂടെ കിട്ടും അച്ഛാ? ഒരു 10 minutes കൂടെ കിട്ടുമല്ലോ? ഓക്കെ, സോറി, താങ്ക് യു. അപ്പോൾ ഈ മിസ്റ്ററി അല്ലെങ്കിൽ രഹസ്യം എന്ന് പറയുന്നത് പല എലമെന്റ്സിനെ നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റും. പല തരത്തിലുള്ള രഹസ്യങ്ങളുണ്ട്. എന്ത് രഹസ്യങ്ങളാണ് എന്ന് ചോദിച്ചാൽ അതിനകത്ത് ഒന്നാമത്തേതാണ് മിസ്റ്ററി ഓഫ് കൂദോസ്. കൂദോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാതെ വിശുദ്ധീകരണം, കൂദാശ എന്നുള്ള പദം അതിൽ നിന്നുളവായി വന്നു. മിസ്റ്ററി ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. കൂദാശ എന്നുള്ള പദത്തിന്റെ അർത്ഥം സെറ്റിംഗ് അപ്പാർട്ട് അല്ലെങ്കിൽ ഡെഡിക്കേറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. നമുക്ക് ഈ മൊബൈൽ ഫോണിലൊക്കെ ഡെഡിക്കേറ്റഡ് ബട്ടൺസ് ഉണ്ട്. ആ ബട്ടണ്, ഇപ്പം ഒരു ബട്ടൺ ഉണ്ടെങ്കിൽ ആ ബട്ടന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാര്യം. ഇപ്പൊ പവർ ബട്ടൺ, ആ പവർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും വേണ്ടി മാത്രമാണ് ആ ബട്ടൺ ഉപയോഗിക്കുന്നത്. മൾട്ടി ഫങ്ഷൻ കീയുടെ കാര്യമല്ലേ ഇനി പറയുന്നത്. ഡെഡിക്കേറ്റഡ് ബട്ടൺ എന്ന് പറഞ്ഞാൽ ആ ഒറ്റ ഉദ്ദേശത്തിന് വേണ്ടി മാത്രമുള്ളത്. കൂദാശ ചെയ്യുക എന്ന് പറഞ്ഞാൽ, കൂദോസ് എന്ന് പറഞ്ഞാൽ, സാങ്ക്ടിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ വേർതിരിക്കുക എന്നാണ് അർത്ഥം. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വേർതിരിക്കുക. അതുകൊണ്ട് നമ്മൾ കൂദാശ ചെയ്യുമ്പോൾ നമ്മൾ പറയും, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഇന്നത് കൂദാശ ചെയ്യപ്പെടുന്നു, അല്ലേ? അപ്പം ഏത് നാമത്തിലാണോ കൂദാശ ചെയ്തത് ആ നാമത്തിന്റെ ഉടമസ്ഥതയിലേക്ക് പ്രവേശിക്കപ്പെടുക. കൂദാശ ചെയ്യുമ്പോൾ നിർബന്ധമായും സംഭവിക്കുന്ന ഒരു കാര്യമാണ് റൂസ്മ എന്ന് പറയുന്ന പദം. റൂസ്മ എന്ന് നമ്മുടെ ആരാധനക്രമത്തിൽ പലയിടങ്ങളിൽ നിങ്ങൾ കാണും. റൂസ്മ എന്നുള്ള പദത്തിന്റെ അർത്ഥം മുദ്ര എന്നാണ്. മുദ്ര എന്നുള്ളത് ഓണർഷിപ്പ് ഓഫ് ഗോഡിനെ സൂചിപ്പിക്കുന്ന ഉടമസ്ഥത, ദൈവത്തിന്റെ ഉടമസ്ഥതയിലേക്ക് പ്രവേശിക്കപ്പെടുന്ന അനുഭവമാണ്. അപ്പൊ കൂദാശ എന്നുള്ളതിന് 2 കാര്യങ്ങൾ ഞാനിപ്പോ പറഞ്ഞു. ഒന്നാമത് ഞാൻ പറഞ്ഞത് സെറ്റിംഗ് അപ്പാർട്ട് ഓർ ഡെഡിക്കേറ്റ്. ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചതോ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതിനെയോ വിളിക്കുന്ന പേരാണ് കൂദാശ് അല്ലെങ്കിൽ കൂദാശ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഞാൻ പറഞ്ഞത് കൂദാശ ചെയ്ത സാധനത്തിന്റെ ഓണർഷിപ്പ്. ഏത് നാമത്തിലാണോ കൂദാശ ചെയ്തത് ആ കൂദാശ ചെയ്തതിനെ മുദ്രയിട്ട് കഴിഞ്ഞാൽ, മുദ്ര കുത്തി കഴിഞ്ഞാൽ, റൂസ്മ ചെയ്ത് കഴിഞ്ഞാൽ ആ ഏത് നാമത്തിലാണോ ചെയ്തത് ആ ഉടമസ്ഥതയിലേക്ക് പ്രവേശിക്കപ്പെടുകയാണ്.
അതാണ് രണ്ടാമത് ഞാൻ പറയാൻ ശ്രമിച്ചത്. മൂന്നാമത്തേത് 3 P's ഓഫ് കൂദാശ. 3 P. ഇപ്പൊ ഓർത്തിരിക്കാനുള്ള എളുപ്പത്തിന് ഞാൻ അങ്ങനെ കോയിൻ ചെയ്തിരിക്കുന്നു എന്ന് മാത്രം. ഒന്നാമത്തേത് 3 P'സിനകത്ത് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന കാര്യമാണ്. ഒന്നാമത്തേത് പേഴ്സൺ, രണ്ടാമത്തേത് പാർട്ട്ണർഷിപ്പ്, മൂന്നാമത്തേത് പ്ലേസ്. എന്തിനെയൊക്കെ കൂദാശ ചെയ്യാം? എന്തിനേയും കൂദാശ ചെയ്യാം. അതാണ് കൂടുതൽ ശരി. വ്യക്തിയെ കൂദാശ ചെയ്യാം, വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെ കൂദാശ ചെയ്യാം. അതുകൊണ്ട് കല്യാണം നമ്മൾ കൂദാശയായിട്ട് എടുക്കും. സ്ഥലത്തെ കൂദാശ ചെയ്യാം. അപ്പോൾ പറഞ്ഞു വരുന്നത് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം, ആ ബന്ധം നടക്കുന്ന ഇടം, ഇതെല്ലാം കൂദാശയുടെ ഭാഗമായി വരാവുന്നതാണ്. അപ്പോൾ പേഴ്സൺ, പാർട്ട്ണർഷിപ്പ് ആൻഡ് പ്ലേസ്, ഓൾ ദീസ് ക്യാൻ ബി സാങ്ക്ടിഫൈഡ് ആൻഡ് സെറ്റ് അപ്പാർട്ട്. ഇപ്പോൾ വ്യക്തി എന്ന് പറഞ്ഞത് നമ്മൾക്ക് ആൾക്കാരെ കൂദാശ ചെയ്യാൻ പറ്റും. മാമോദീസ അതിന്റെ ഒരു ഉദാഹരണമാണ്. പാർട്ട്ണർഷിപ്പ്, തമ്മിലുള്ള ബന്ധത്തെ, ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നതാണ് വിവാഹത്തിന് കൂദാശ എന്ന് പറയുന്നത്. പള്ളി നമ്മൾ കൂദാശ ചെയ്യുക എന്നാണ് പറയുന്നത്, സ്ഥലത്തെ കൂദാശ ചെയ്യുക. അപ്പോൾ 2 രീതിയിലാണ് ഈ പേഴ്സൺ, പാർട്ട്ണർഷിപ്പ് ആൻഡ് പ്ലേസ് എന്ന് പറയുന്നത്. ഒന്ന്, ഈ 3നെയും കൂദാശ ചെയ്യാം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ പ്രോഗ്രസീവ് റിലേഷൻഷിപ്പ് ഉണ്ട്. ഒരു വ്യക്തിയെ കൂദാശ ചെയ്യുമ്പോൾ ആ ആൾ ദൈവവുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പിലേക്ക് പ്രവേശിക്കപ്പെടുകയും കൂടെ, ദൈവവുമായിട്ടുള്ള ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയും കൂടെ. അപ്പോൾ വ്യക്തി ഈ ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ ആ ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട സ്ഥലവും പ്രാധാന്യമുള്ളതായി മാറുകയാണ്. അങ്ങനെയും അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ചിലർ പറയും, ഇന്ന് തന്നെ എൻ്റെ അടുത്തൊരു അമ്മാമ്മ കണ്ടപ്പോ പറഞ്ഞു, അച്ഛാ ഈ പള്ളിയും ആനപ്പമ്പ പള്ളിയുമായിട്ട് എനിക്ക് ഭയങ്കരമായൊരു ബന്ധമുണ്ട്. ഞാൻ ചോദിച്ചു, എന്നാ മാമേ? ഞാൻ ഈ പള്ളിയിലാണ് മാമോദിസ ഏറ്റത്. ആഹാ, അത് കൊള്ളാമല്ലോ, വളരെ സന്തോഷം. അപ്പോൾ മാമോദിസ എന്ന് പറയുന്ന ശുശ്രൂഷയേറ്റയാളും ദൈവവുമായിട്ട് പ്രവേശിക്കപ്പെട്ട ഉടമ്പടി ബന്ധവും ആ സ്ഥലവും തമ്മിൽ ബന്ധിക്കപ്പെടുകയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ പറഞ്ഞു വരുന്നത്, the person and the covenantal relationship or the partnership and the place, all these 3 come together as one in terms of kudos experience. ദൈവവുമായിട്ടുള്ള കൂദാശ ബന്ധത്തിൽ ഇത് 3ഉം അന്തർലീനമായിരിക്കുന്നു എന്നാണ് സാരം. ആട്ടെ, അതിനകത്ത് ഒന്നാമത് എനിക്ക് പറയാനുള്ളത് വിശുദ്ധ മാമോദിസയെ കുറിച്ചാണ്. അതും കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. വിശുദ്ധ മാമോദിസ എന്ന് പറയുന്നത്, വിശുദ്ധ മാമോദിസ ഒരു കൂദാശയാണ്. അതിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ അതിൽ സംഭവിക്കുന്നു. ഒന്നാമത് സംഭവിക്കുന്നത് റൂഷ്മ, മുദ്രയിടുന്ന ശുശ്രൂഷയാണ് ആദ്യം ചെയ്യുന്നത്. ഒരു കുഞ്ഞിനെ മാമോദിസ മുക്കാൻ വേണ്ടി കൊണ്ടുവന്നാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, കാർമികൻ കുഞ്ഞിന്റെ നെറ്റിമേൽ സ്ലീബായുടെ അടയാളത്താൽ കുഞ്ഞിനെ മുദ്രയിടും. സ്ലീബായുടെ അടയാളം എന്ന് പറയുന്നത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒന്നാമത്തേത്, സ്ലീബ എന്ന് പറയുന്നത് ആ പദത്തിന്റെ തന്നെ അർത്ഥം ദ ക്രൂസിഫൈഡ് വൺ എന്നാണ്. നമ്മുടെ ആരാധനക്രമത്തിൽ പലയിടത്തുണ്ട് സ്ലീബായെ വന്ദിപ്പിൻ. സ്ലീബായെ വന്ദിപ്പിൻ എന്ന് പറഞ്ഞാൽ കുരിശിനെ വന്ദിപ്പിൻ എന്നാണെന്ന് ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയല്ല, ക്രൂശിതനെ വന്ദിപ്പിൻ. സ്ലബ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം ദ ക്രൂസിഫൈഡ് വൺ എന്ന്. അങ്ങനെയാണെങ്കിൽ സ്ലീബായെ വന്ദിപ്പിൻ എന്ന് പറഞ്ഞാൽ ക്രൂസിഫൈഡ് വണ്ണിനെ അല്ലെങ്കിൽ ക്രൂശിതനെ വന്ദിപ്പിൻ എന്നാണ് അതിന്റെ അർത്ഥം. ആട്ടെ, സ്ലീബായുടെ അടയാളമാണ് കുരിശ്. നമ്മുടെ വീട് കൂദാശ ചെയ്യുന്ന സമയത്ത് ഭവനവാഴ്വിന്റെ ക്രമത്തിൽ നമ്മൾ ഭംഗിയായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഭവനം ജീവനുള്ളതും ജീവൻ നൽകുന്നതുമായ സ്ലീബായുടെ അടയാളത്താൽ മുദ്രയിടുക. എന്നിട്ടാണ് കുരിശ് വരയ്ക്കുന്നത്. സ്ലീബായുടെ അടയാളമാണ് കുരിശ്. ആ സ്ലീബായുടെ അടയാളത്താൽ ഈ പൈതൽ എന്നാ ചെയ്യപ്പെടുന്നു? മുദ്ര കുത്തപ്പെടുന്നു. നെറ്റിമേൽ ഒരു മുദ്ര കുത്തപ്പെടുകയാണ്. ഈ മുദ്ര കുത്തപ്പെടുമ്പോഴാണ് ദൈവത്തിന്റെ ഉടമസ്ഥതയിലേക്ക് നാം പ്രവേശിക്കുന്നത്. പള്ളിക്കുള്ളിലേക്ക് വന്നപ്പോൾ നമ്മുടെ കുഞ്ഞായിരിക്കാം. ഞാനിപ്പോ ആനപ്രഭ പള്ളിക്ക് വേണ്ടി ഒരു കത്തെഴുതി.
കത്തി കാര്യം എഴുതിയോണ്ടും ഞാൻ ഒപ്പിട്ടത് കൊണ്ടും മാത്രം പള്ളിയുടെ കത്തായിട്ട് അത് മാറും. എപ്പോഴാണോ പള്ളിയുടെ മുദ്ര ഞാൻ അതിൽ കുത്തുന്നത്, സീലടിക്കുന്നത്, അപ്പോഴാണ് ആ പള്ളിയുടെ ഉടമസ്ഥതയിലേക്ക് ആ കത്ത് മാറുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ലീബായുടെ മുദ്ര കുത്തപ്പെട്ടതൊക്കെ സ്ലീബായുടേതാണ്. കർത്താവിന്റെ മുദ്ര, ക്രൂശിതന്റെ മുദ്രയേറ്റതെല്ലാം ക്രൂശിതന് വേണ്ടി വേർതിരിക്കപ്പെട്ടതും ക്രൂശിതന്റെ ഉടമസ്ഥതയിലുമാണെന്ന് മറക്കരുത്. എന്തിനാണ് നമ്മൾ കുരിശു വരയ്ക്കുന്നത്? സ്ലീബായാൽ മുദ്രയിടപ്പെട്ടവർ, കുരിശു വര എന്ന് പറയുന്നത് തന്നെ ഒരു പ്രസംഗമാണ്. ചില സമയത്ത് നമ്മൾ അധികം ഒന്നും പ്രസംഗിക്കണ്ട. ഞാൻ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് ഒറീസയിലോട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് വളരെ ഭീതിയുള്ള ഒരു സമയമായിരുന്നു യാത്ര ചെയ്യാൻ. പ്രത്യേകിച്ച് ഒരു വൈദികനാണെന്ന് പുറത്തറിയുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ. ഒറീസയുടെ അന്നത്തെ സാഹചര്യങ്ങൾ അതുപോലെ 2008 കാലഘട്ടങ്ങളിൽ നിന്ന് അവിടെ ഏറ്റവും കൂടുതൽ പെർസിക്യൂഷൻ നടക്കുന്ന ഒരു സമയമാണ്. ആ ഇടത്തിലായിരുന്നു ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ ക്രിസ്ത്യൻസ് ആണെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് പേടിക്കേണ്ട അവസ്ഥയുണ്ട്. അതും ഒരു വൈദികനാണെന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നമുക്ക് ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷൻ ആയിട്ട് ചിലപ്പോഴെങ്കിലും മാറാറ്. അപ്പോൾ ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷൻ ആകുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ക്രിസ്ത്യൻ ഐഡന്റിറ്റി വെളിവാക്കാൻ ശ്രമിക്കത്തില്ല. നമ്മൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവനായിരിക്കണം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ബുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. നമ്മുടെ ആക്ടിവിറ്റി ഒന്നും നമ്മൾ മുടക്കത്തില്ല. പറഞ്ഞു വരുന്നത്, ഞാൻ ട്രെയിനിൽ കയറിയപ്പോൾ എന്റെ തൊട്ടു മുമ്പിൽ വേറൊരു സിഖ് മതക്കാരനാണ് ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് എന്തെന്നില്ലാത്തൊരു പേടി. അദ്ദേഹം പല പ്രാവശ്യം എൻ്റെ അടുത്ത് എന്നെ കുറിച്ച് ചോദിക്കാൻ നോക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരു പോയിന്റ് വന്നപ്പോൾ ഏതോ സമയത്ത് ഞാനൊരു കുരിശു വരച്ചു. അന്നേരം പുള്ളിനെ പിടിച്ചു. അറിയോ ക്രിസ്ത്യൻ? അവിടെ ഞാൻ വെളിവാക്കപ്പെടുകയാണ്. ഞാനൊരു 10 പ്രസംഗം പറയുന്നതിനെക്കാട്ടിലും ചിലപ്പോൾ ശക്തി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു കുരിശു വരയ്ക്കുന്നതിന്റെ അനുഭവം എന്ന് പറയും. എന്താ കുരിശു വരയ്ക്കുന്നതിന്റെ അർത്ഥം? കുരിശു വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ, എന്റെ മേൽ വരയ്ക്കപ്പെട്ടിട്ടുള്ളതായ ക്രൂശിതന്റെ മുദ്രയെ ഞാൻ ഏറ്റുപറഞ്ഞ് സമ്മതിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പല അർത്ഥങ്ങളുണ്ട്. ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള മീനിങ് ആണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ക്രൂശിതന്റെ മുദ്ര ഞാൻ വഹിക്കുന്നുവെങ്കിൽ ആ മുദ്ര ഏറ്റവനാണ് ഞാനെന്ന് ഞാൻ അഫേം ചെയ്ത് സമ്മതിക്കുന്ന അനുഭവമാണ്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നാവ് കൊണ്ട് ഏറ്റുപറയുകയും മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിന്റെയും കൂടെ അടയാളമാണ്. ആക്ഷൻ ഓറിയന്റഡ് ആണ് നമ്മുടെ ഫെയ്ത്ത് എപ്പോഴും. അങ്ങനെയാണ് കുരിശു വരയ്ക്കുന്നതിനുള്ള കാരണം. പ്രിയമുള്ളവരെ, കുരിശു വരയ്ക്കപ്പെടുന്ന അനുഭവം അവന്റെ ഉടമസ്ഥതയിലേക്ക് പ്രവേശിക്കാം. രണ്ടാമതൊരു റോസ്മജയിൽ അവിടെ നടക്കുന്നുണ്ട്. അത് ഒലിവ് ഓയിൽ കൊണ്ടാണ് വരയ്ക്കപ്പെടുന്നത്. ഒലിവ് ഓയിലിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഒലിവ് എന്ന് പറയുന്ന 2 രീതിയിലാണ് ഉപയോഗിക്കുന്നത്. വേദപുസ്തകത്തിലാണെങ്കിലും പ്രയോഗിച്ചിരിക്കുന്നത്. ഒന്ന് വിക്ടറിയെ സൂചിപ്പിക്കുന്നതാണ്, 2 ഇറ്റേണിറ്റിയെ സൂചിപ്പിക്കുന്നതാണ്. നിത്യജീവനെ ലക്ഷ്യമാക്കിയാണ് സത്യത്തിൽ നമ്മളെ മാമോദീസ മുഴുകുമ്പോൾ ഒലിവ് എണ്ണ കൊണ്ട് അല്ലെ സൈത്ത് കൊണ്ട് നമ്മുടെ നെറ്റിമേൽ മുദ്ര കുത്തുന്നത്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയുണ്ട്, മരണത്തിന് ശേഷമാണ് നിത്യജീവൻ. അല്ല, മാമോദീസയിലൂടെയാണ് നമുക്ക് നിത്യജീവൻ സാധ്യമായി തീരുന്നതും അനുഭവത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നു. മാമോദീസായിൽ നമുക്ക് നൽകപ്പെടുന്ന പൊതുജീവൻ അത് മരണത്തെ പോലും തോൽപ്പിക്കാൻ പറ്റാത്തതാണ്, മരണത്തിനും അപ്പുറത്തുള്ളതാണ് എന്നാണ് പറഞ്ഞു വരുന്നതിന്റെ സാരം. ഇപ്പോൾ പറഞ്ഞത് ഒലിവ് ഓയിൽ എന്ന് പറയുന്നത് സൈത്ത് കൊണ്ട് നമ്മൾ അഭിഷേകം ചെയ്യപ്പെടുക, മുദ്ര കുത്തപ്പെടുക എന്ന് പറയുന്നത് നിത്യതയെ പ്രതിയും നിത്യജീവനെ അടയാളമാക്കിയുമായിട്ടുള്ളതാകുന്നു എന്നുള്ള ബോധ്യത്തിലാണ്. അപ്പോൾ ഞാൻ ഒന്നാമത് സ്ലീബ എന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെ എല്ലാം ലക്ഷ്യം ഉടമസ്ഥൻ കർത്താവാണെന്നും നിത്യജീവൻ കർത്താവിലൂടെ നൽകപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അത് പ്രയോഗിക്കപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം കാസ അല്ലെങ്കിൽ കപ്പ് ഓഫ് സാൽവേഷൻ. കാസയുടെ പേരിന്റെ അർത്ഥം ഞാനിപ്പോൾ പറഞ്ഞല്ലോ, പക്ഷിയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. ഒരു കാസയുടെ ഷേപ്പിലാണ് ഒരു മാമോദിസ തൊട്ടി ക്രമീകരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ത്രോണോസിൽ ത്രോണോസിൽ ക്രമീകരിച്ചിട്ടുള്ള കാസ നമുക്കറിയാം, കാസയും പിലാസയും. കാസയുടെ അതേ ഷേപ്പിൽ തന്നെയാണ് മാമോദിസ തൊട്ടിയും ക്രമീകരിക്കേണ്ടത്. കാരണം രണ്ടും കാസ തന്നെയാണ്. ത്രോണോസിൽ വെച്ചിരിക്കുന്ന നമ്മുടെ കാസായിൽ നമ്മൾ രക്തത്തിന്റെയും വെള്ളത്തിന്റെയും അടയാളമായി അതിൽ ഒഴിക്കുന്നത്
വീഞ്ഞും വെള്ളവും കൂടെ ചേർക്കും. എന്നാൽ മാമോദീസ തൊട്ടിയിൽ അങ്ങനെയല്ല, ചൂടുവെള്ളവും തണുത്ത വെള്ളവും കൂടെയാണ് ചേർക്കുന്നത്. ചൂടുവെള്ളം രക്തത്തെ അടയാളപ്പെടുത്തുന്നു. സാധാരണ വെള്ളം രക്തത്തിന്റെയും വെള്ളത്തിന്റെയും പ്രതീതിയായി. ചൂടുവെള്ളം എന്ന് പറയുന്നത് രക്തത്തിന്റെ അടയാളമാണ്. ഒരിടത്ത് നമ്മൾ വീഞ്ഞ് ഉപയോഗിക്കും, ഇവിടെ നമ്മൾ ചൂടുവെള്ളം ഉപയോഗിക്കും. പറഞ്ഞു വരുന്നത് രക്തത്തിന്റെയും വെള്ളത്തിന്റെയും ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ക്രൂശിൽ അവന്റെ മരണത്തെ പടയാളി ഉറപ്പുവരുത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ മരണം ഉറപ്പുവരുത്തുന്നത് അവന്റെ വിലാപ്പുറത്ത് കുത്തി അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകുക. ക്രൂശിതന്റെ മരണമാണ് എന്റെ രക്ഷയുടെ അടിസ്ഥാനം. അവന്റെ വിലാപ്പുറത്ത് നിന്ന് ഒഴുകിയ രക്തവും വെള്ളവുമാണ് എന്നെ കഴുകി ശുദ്ധീകരിക്കുന്നതും എന്റെ രക്ഷയ്ക്ക് നിദാനമായി തീർന്നതെന്നും സഭ വിശ്വസിക്കുന്ന നിമിഷങ്ങളാണ്. സ്നാനം എന്ന് പറയുന്നത് കർത്താവ് എപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളത് യോർദാനിൽ നദിയിൽ മുങ്ങിയ സ്നാനത്തെ കുറിച്ചല്ല. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം വായിക്കുമ്പോൾ വളരെ ഭംഗിയായിട്ട് പറയുന്നത് ഇതാണ്: ഞാൻ ഏൽപ്പാനിരിക്കുന്ന സ്നാനമേൽക്കാൻ, സബദി മക്കളോട് പറയുന്ന, ഞാൻ ഏൽപ്പാനിരിക്കുന്ന സ്നാനമേൽക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നാ ചോദ്യം. ഏതാണ് സ്നാനം? ക്രൂശിലെ സ്നാനമാണ്. സ്നാനം എന്ന് കർത്താവ് ഉപയോഗിക്കുന്നത് മറ്റ് സ്നാനമല്ല. നമ്മൾ ഏറ്റവും കൃത്യമായി ഓർത്തിരിക്കേണ്ടത് ക്രൂശിലെ മരണത്തെ സൂചിപ്പിക്കുന്ന അനുഭവമാണ്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥമായ സ്നാനം ഏതാണെന്ന് ചോദിച്ചാൽ, കാസായുടെ ഉള്ളിലേക്ക്, കാസ എന്ന് തന്നെ പറയുന്നത് മരണക്കാസയാണ്. ഈ കാസായുടെ അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കപ്പെടുകയാണ്. ഓരോ പൈതലും പുതുജനനം പ്രാപിക്കുന്നത് ഈ കർത്താവിന്റെ ക്രൂശുമരണത്തിൽ പങ്കാളിയാകുന്നതിലൂടെയാണ്. യു ആർ ഇമേഴ്സിംഗ് യുവർസെൽഫ് into the death of Christ. That is a proclamation that is given. പല മർത്തോമക്കാരും തോട്ടിന്റെ വക്കിൽ പോയി വീണു പോയിട്ടുള്ള അനുഭവം ഇത് മനസ്സിലാക്കാതെ പോയിട്ടുള്ളതുകൊണ്ട്. പ്രിയമുള്ളവരെ, ഈ മാമോദിസ തൊട്ടിയുടെ പൊസിഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. രണ്ടിടത്താണ് മാമോദിസ തൊട്ടി വെക്കാൻ കാനോൻ അനുവദിച്ചിട്ടുള്ളത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഈ പള്ളിയുടെ ഹൃദയഭാഗം എന്ന് പറയും. പള്ളിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് എടുക്കാൻ സമയം കിട്ടുകയാണെങ്കിൽ പിന്നീട് എടുക്കാം. അപ്പോൾ ഹൃദയഭാഗം അല്ലെങ്കിൽ വിലാപ്പുറം എന്ന് പറയും. കർത്താവ് മലന്ന് കിടക്കുന്നതാണ് ഒരു പള്ളിയെങ്കിൽ ആ പള്ളിയുടെ വിലാപ്പുറം, കർത്താവിന്റെ വിലാപ്പുറം, ഹൃദയത്തിന്റെ നേരെ പുറകിൽ വരുന്ന ഭാഗത്താണ് മാമോദിസ തൊട്ടി ക്രമീകരിക്കുന്നത്. ഹൈക്കലായിൽ അഴിക്കകവും കൂടെ ചേർന്ന് വരുന്നതായ ഭാഗം ചേർന്ന് വരുന്നിടത്താണ്, അല്ലെങ്കിൽ റെയിലിങ്സിനോട് ചേർന്ന് വരുന്ന ഭാഗത്താണ് നമ്മുടെ മാമോദിസ തൊട്ടി ക്രമീകരിക്കാറുള്ളത്. അല്ല എങ്കിൽ ആ പൊസിഷനിൽ വെക്കുന്നതിന്റെ തന്നെ ഉദ്ദേശം ചൂടുവെള്ളവും തണുത്ത വെള്ളവും കൂടെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ രക്തവും വെള്ളവും കലർത്തപ്പെടുകയാണ്. ആ രക്തത്താലും വെള്ളത്താലുമാണ് ഞാൻ പുതുജനനം പ്രാപിച്ചത് എന്നുള്ള സഭയുടെ പ്രഖ്യാപിക്കലാണ്. അടുത്തത് യോഹന്നാൻ തിരുമേനി ഒരു പ്രത്യേക അനുവാദം ആംഗ്ലിക്കൻ ട്രഡീഷനിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. പള്ളിയുടെ പ്രവേശന കവാടത്തിലും മാമോദിസ തൊട്ടി ക്രമീകരിക്കാം. എന്താ പ്രവേശന കവാടം? സഭയിലേക്കുള്ള പ്രവേശനം, പള്ളിയിലേക്കുള്ള പ്രവേശനത്തിന്റെ അടയാളമായി പ്രവേശന കവാടത്തിൽ മാമോദിസ തൊട്ടി ക്രമീകരിച്ച് രചിക്കുന്നു എന്ന് മാത്രം. അത് നമ്മുടെ ആംഗ്ലിക്കൻ ട്രഡീഷനിൽ നിന്ന് ഫോളോവായി വന്നിട്ടതാണ്. അവിടെ മിക്സിങ് ഓഫ് വാട്ടേഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അത് 2 തരത്തിലുള്ള വെള്ളങ്ങളാണ് ചേർക്കപ്പെടുന്നത്. കാസായിൽ ഉപയോഗിക്കുന്ന ഒന്നിയിൽ വീഞ്ഞും വെള്ളവും കൂടെ ഉപയോഗിക്കും, അല്ല എങ്കിൽ ചൂടുവെള്ളവും തണുത്ത വെള്ളവും കൂടെ ഉപയോഗിക്കും. അർത്ഥവും സിംബലിസവും ഒന്ന് തന്നെയാണ്. രക്തവും വെള്ളവും ചേർക്കപ്പെടുന്ന ഇടമാണ് കാസ എന്ന് പറയുന്നത്. അത് മരണക്കാസയാണ്. കർത്താവിന്റെ മരണത്തോടുള്ള ഏകീഭവിക്കലും മരണത്തിൽ പങ്കാളിയായി നിന്നെ തന്നെ മുഴുകുന്നതുമായ അനുഭവമാണ്. ഇമേഴ്സിംഗ് ഇൻ ദ കാസ ഈസ് കോൾഡ് ബാപ്റ്റിസം. മൂന്നാമത്തേത് മെസ്സിഹോയ്. ഇതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. മെസ്സിഹോയ്, ഈ മെസ്സിഹോയെ എന്ന് പറഞ്ഞാൽ ഇതാണ് മൂന്നാമത് മാമോദിസയിൽ സംഭവിക്കുന്ന ഒരു കാര്യം. അനോയിൻമെന്റ് അല്ലെങ്കിൽ അഭിഷേകം എന്ന് പറയുന്നതായ കാര്യം. എങ്ങനെ അഭിഷേകമാണ് അവിടെ സംഭവിക്കുന്നത്? ഈ മെസ്സിഹ എന്നുള്ള പദത്തിന്റെ അർത്ഥം തന്നെ അഭിഷിക്തൻ. മെശാഹ് എന്ന് പറഞ്ഞാൽ എണ്ണ, മെശാഹ് എണ്ണ. മെസ്സിഹോ എന്ന് പറഞ്ഞാൽ എണ്ണ ഒഴിക്കപ്പെട്ടയാൾ. അങ്ങനെയാണെങ്കിൽ മെസ്സിഹോ എന്ന് പറഞ്ഞാൽ എണ്ണ ഒഴിക്കപ്പെട്ട അഭിഷിക്തനാണെങ്കിൽ ആ അഭിഷിക്ത ഗണത്തിലേക്കാണ്
ഞാനും നിങ്ങളും വിശുദ്ധ മാമോദീസായിലൂടെ പ്രവേശിക്കപ്പെട്ടുള്ളത്. പള്ളിക്കുള്ളിലേക്ക് പ്രവേശിക്കപ്പെട്ടതുപോലെ അല്ല പള്ളിക്ക് പുറത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ. മാമോദീസ ഏറ്റ് പള്ളിക്ക് പുറത്തേക്ക് ഒരു കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ പള്ളിക്കുള്ളിലേക്ക് പ്രവേശിച്ചതുപോലെ അല്ല. കാരണം എന്നാണെന്നറിയാമോ? അത് കർത്താവിന്റെ രക്ഷാകര അനുഭവത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് അവൻ സമ്മാനമായി നൽകുന്ന ഒരു കാര്യമാണ് എന്നാ? പരിശുദ്ധാത്മാവെന്ന നൽവരം. പരിശുദ്ധാത്മാവെന്ന ഒരു വ്യക്തിയാണ്. പലപ്പോഴും നമ്മൾ അതിനെ ശക്തിയായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, ഒരു പേഴ്സണാണ്, തൃത്വത്തിൽ ഒരുവനാണ്. ആ തൃത്വത്തിൽ ഒരുവനായിരിക്കുന്നവന്റെ കരം പിടിച്ച് ജീവിതകാലം മുഴുവൻ നടക്കുവാൻ ഒരു കാര്യസ്ഥനെ അപ്പോയിന്റ് ചെയ്ത് അവന്റെ സകല കൃപാവരങ്ങളും ജ്വലിപ്പിക്കുവാൻ വേണ്ടിയാണ് നമ്മളെ ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് മാമോദീസായിൽ നമ്മൾ മൂറോൻ അഭിഷേകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. മൂറോൻ അഭിഷേകത്തിൽ സംഭവിക്കുന്നത്, എണ്ണയാൽ നീ അഭിഷേകം ചെയ്യപ്പെടുകയാണെങ്കിൽ, എണ്ണയാൽ അഭിഷേകം ചെയ്യപ്പെടുന്നത് നീ മെസ്സിഹായുടെ അനുഭവത്തിലേക്ക്, അഭിഷിക്തന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ മെസ്സിഹ എന്നുള്ള പദത്തിന്റെ പ്ലൂറൽ ഫോമാണ് മെസ്സിഹോയേ എന്ന് പറയുന്ന പദം. മെസ്സിഹ എന്നുള്ള പദത്തിന്റെ ഗ്രീക്ക് ഭാഷയിലുള്ള പദമാണ് ക്രിസ്തോസ് എന്ന് പറയുന്ന പദം. അതിനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ക്രിസ്ത്യൻ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പോൾ മെസ്സിഹോയെ എന്ന് പറയുന്നത് ക്രിസ്തുക്കൾ എന്നാണെങ്കിൽ, പ്ലൂറൽ ഫോമിലാണെങ്കിൽ, മാമോദീസ ഏറ്റവരെല്ലാവരും ഒരു ക്രിസ്തു അംശിയായി മാറുകയാണ്. അതാണ് സാർ. എല്ലാവരും അഭിഷേകപ്പെട്ടവരായി മാറുകയാണ്. എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ അഭിഷേകം കിട്ടിയിട്ടുണ്ട്? ഈ മർത്തോമക്കാര് എൻ്റെ അടുത്ത് അത്രയും ചോദിക്കണമെങ്കിൽ എത്രയോ പേര് നിന്നോട് ചോദിച്ചിട്ടുണ്ടാവും. ഞാനങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. അഭിഷേകം കിട്ടിയിട്ടുണ്ടോ? പലരും കാല് തട്ടി വീണ്ടുള്ള ചോദ്യമായിരുന്നു. അഭിഷേകം മാമോദീസായിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അഭിഷേകം നൽകപ്പെടുന്നത് അതിന് ഒരു ലക്ഷ്യമുണ്ട്. പരിശുദ്ധ റൂഹായുടെ നൽവരത്തിന്റെ ലക്ഷ്യമായി ഇന്നാര് വിശുദ്ധ മൂറോൻ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുന്നെന്നാ പറയും. അപ്പോൾ പറഞ്ഞു വരുന്നത്, അഭിഷേകം ചെയ്യപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കപ്പെടുമ്പോഴാണ്. ഈ മാമോദീസ എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഒന്ന്, മുദ്രകുത്തൽ. രണ്ടാമത്, കാസായുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കപ്പെടുക. മൂന്നാമത്, അവന്റെ അഭിഷേകം പ്രാപിക്കുന്ന അനുഭവത്തിലേക്ക്. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നമുക്ക് വേണ്ടി നിയമിച്ച് നമുക്ക് കൂട്ടായി തന്നിരിക്കുന്ന ദൈവത്തെ. സഭ തുടങ്ങുന്ന സമയം എന്ന് പറയുന്നത്, സഭ വളരെയധികം ഒരു ചലഞ്ചിലേക്കാണ് പ്രവേശിക്കപ്പെടുന്നത്. സഭയുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ, പുതിയ നിയമസഭയുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദ മിസ്സിംഗ് ബോഡി ഓഫ് ക്രൈസ്റ്റ്. കർത്താവിന്റെ ശരീരം കാണാതെ പോയി. കർത്താവിന്റെ ശരീരം എന്ത് ചെയ്യും? എല്ലാ ഗോസ്പലും എഴുതപ്പെടാനുള്ള കാരണമല്ല. കർത്താവിന്റെ ശരീരം, കർത്താവിന്റെ ജീവിതവും പരിചയപ്പെടുത്തി കൊടുക്കാൻ, കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാ. ഞാനും കർത്താവും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം പറയും. കർത്താവ് കല്ലറയിൽ വെക്കപ്പെട്ടു. കർത്താവിന്റെ സ്ഥാനത്ത് ഞാനാണ് ഉയർത്തെഴുന്നേറ്റതെങ്കിൽ ആദ്യം ഞാൻ എങ്ങോട്ടാ പോകാൻ സാധ്യതയെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ ആദ്യം പീലാത്തോസിന് മുമ്പിൽ പോകും. ഇല്ലേ? പീലാത്തോസെ, നീ കൈയൊക്കെ കഴുകി എന്നെ ക്രൂശിക്കാൻ വേണ്ടി വിട്ടതല്ലേ? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? നീ ഒന്ന് നോക്കി. ഞാനങ്ങ് പൊങ്ങിയില്ലടാ ചോദിക്കും. അല്ലേ ഞാൻ പിന്നെ മഹാപുരോഹിതന്റെ അവിടെ പോകും. നിങ്ങളെല്ലാം കൂടെ എന്നെ കൊല്ലാൻ പ്ലാൻ ചെയ്തു, എല്ലാം ചെയ്തു. ഇപ്പൊ എന്തുവായി? ഞാൻ പൊങ്ങി. എന്നെ തോപ്പിക്കാൻ നിനക്ക് പറ്റത്തില്ലെന്ന് മനസ്സിലായേ? എന്നാ കർത്താവ് അങ്ങനെ അല്ലായിരുന്നു. വാട്ട് ഈസ് ദ ഡിഫറൻസ്? കർത്താവ് പീലാത്തോസിന്റെ മുമ്പിലോ കർത്താവ് മഹാപുരോഹിതന്റെ മുമ്പിലോ അല്ല പ്രത്യക്ഷനാകുന്നു. കർത്താവ് കന്യാമറിയാമിന്റെ കണ്ണുനീരിന്റെ മുമ്പിലാണ്. കർത്താവ് മഗ്ദലന മറിയത്തിന്റെ കണ്ണുനീരിന്റെ മുമ്പിലാണ് പ്രത്യക്ഷമാകുന്നത്. കർത്താവിനെ കാത്തിരുന്നവരുടെ സമൂഹത്തിലാണ് കർത്താവ് പ്രത്യക്ഷമാകുന്നത്. അങ്ങനെയാണെങ്കിൽ ദ മിസ്സിംഗ് ബോഡി എവിടെയാണ്? വേദപുസ്തകം തന്നെ പറയുന്നുണ്ട്, യഹൂദന്മാരെ പറഞ്ഞ് കാശ് കൊടുത്ത് പറയിപ്പിക്കുകയാണ്. എന്നാ? അവരെല്ലാരും കൂടെ അവന്റെ ബോഡി, അവന്റെ ശരീരം പാത്തു വെച്ചിരിക്കുകയാണ്, എടുത്തുകൊണ്ട് പോയതാണ്. ഇതാണ് പഠിപ്പിക്കുന്നത്. പ്രബലമായി അങ്ങനെ ചിന്തയായി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ശരീരം കാണാനില്ല എന്നുള്ളതാണ് വിഷയമെങ്കിൽ, കർത്താവിന്റെ ശരീരം എന്തി?
ഇത് കർത്താവിന്റെ ശിഷ്യന്മാർ അനുഭവിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? അവർ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായപ്പോൾ അവർ യൂതന്മാരെ പേടിച്ച് വാതിലടച്ച് അകത്ത് കയറിയിരിക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നു? അവൻ അവരുടെ നടുവിൽ വന്ന് നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുക. ഈ സമാധാനം പറയുന്ന കർത്താവ് എപ്പോഴൊക്കെ അവർ ഒന്നിച്ചു കൂടുന്നു അപ്പോഴെല്ലാം അവന്റെ നടുവിൽ അവൻ അവിടെ വന്ന് നിൽക്കുന്നു. തിരിച്ചു പറഞ്ഞാൽ കർത്താവിനെ മിസ്സിംഗ് ബോഡി ഓഫ് ക്രൈസ്റ്റ് ബിക്കമിങ് വിസിബിൾ ഇൻ ദ ചർച്ച്. അവന്റെ സഭ ഒരുമിച്ച് കൂടുന്നിടത്താണ് അവനെ കാണുവാൻ വേണ്ടി കഴിയുന്നത്. അവന്റെ വിസിബിൾ ബോഡി ആണ് സഭ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവിന്റെ മിസ്സിംഗ് ബോഡി ടൂംബാണെങ്കിൽ അവന്റെ വിസിബിൾ ബോഡി എന്ന് പറയുന്നത് ചർച്ചാണ്. സോ ദ ചർച്ച് ഈസ് ഡിഫൈൻഡ് ദ വിസിബിൾ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഈ വിസിബിൾ ബോഡിയിലേക്കുള്ള പ്രവേശനമാണ് മാമോദീസായിലൂടെ സംഭവിക്കുന്നത്. കർത്താവിന്റെ പ്രകടമായ പ്രത്യക്ഷമായ ശരീരം ഏതാണെന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല, അത് കർത്താവിന്റെ സഭയാണ്. ആ സഭയിലേക്കുള്ള പ്രവേശനമാണ് വിശുദ്ധ മാമോദീസായിലൂടെ നമുക്ക് ലഭിക്കുന്നത്. സഭ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ അല്ല, പകരം സഭ എന്ന് പറയുന്നത് ഒരു ഓർഗനിസമാണ്. എന്താണ് ഓർഗനിസം? അതിന്റെ പ്രത്യേകത ജീവനുള്ളതാണ്, ഒരു ഡൈനാമിക് റിലേഷൻഷിപ്പ് ഉള്ളതാണ്. കൈയും കാലും ശരീരം എന്ന് പറയുന്നത് ഒരു ഓർഗനിസമാണ്. ശരീരം ഓർഗനിസം ആണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ തന്നെ വളരെ ഭംഗിയായിട്ട് നമ്മുടെ മുമ്പിൽ പറയുന്ന ഒരു കാര്യമാണ് ഈ കൈയും കാലും കണ്ണും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. അവന്റെ ശരീരമാണ് സഭയെങ്കിൽ അവന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളായിട്ടാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. വി എസ് ഓർഗൻസ് ആൻഡ് ദ ചർച്ച് ആൻ ഓർഗനിസം. ശരീരങ്ങൾ പലതായിരിക്കുമ്പോൾ പലതായ സഭ എന്ന് പറയുന്നത് ചത്തുപോയതിന് തുല്യം. ശരീരത്തിന്റെ അവയവങ്ങൾ പലതായിരിക്കുമ്പോൾ ജീവനില്ലാത്ത അനുഭവം. എന്നാൽ അത് ഒന്നായിരിക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ ജീവനുണ്ട്. ദ മിസ്റ്ററി ഈസ് ദ ലൈഫ് വിത്തിൻ ദ ചർച്ച്. ഒരു ഡോക്ടർ അവയവങ്ങളെല്ലാം കൂടെ കൂട്ടി വെച്ചത് കൊണ്ട് ജീവൻ ഉണ്ടാകണമെന്നില്ല. ചത്തുപോയ ഒരു മനുഷ്യന്റെ അവയവങ്ങളെല്ലാം കൂടെ പലതെടുത്ത് ചേർത്ത് വെച്ചാൽ ജീവനാകത്തില്ല. എന്നാൽ ജീവൻ എന്ന് പറയുന്നതാണ് അതിനകത്തെ രഹസ്യം. എവിടാണ് ജീവൻ ഒളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും സാരമായ കാര്യം. പ്രിയമുള്ളവരെ, സഭ എന്ന് പറയുന്നത് കർത്താവിന്റെ ശരീരമാണെങ്കിൽ ഈ ഷേപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കർത്താവ് മലന്ന് കിടക്കുന്നത് പോലെയാണ് ഒരു പള്ളി അതിന്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അതിന്റെ ആർക്കിടെക്ചർ മനസ്സിലാകണമെങ്കിൽ 5 ഭാഗങ്ങളായിട്ടാണ് ഒരു പള്ളിയെ തിരിക്കുന്നത്. അതിനെ നടശാല, കാൽഭാഗത്തെ വിളിക്കുന്ന കാൽഭാഗം, ഉടൽഭാഗം, കഴുത്ത്, തല, കൈകൾ. കാൽഭാഗത്തെ വിളിക്കുന്ന പേരാണ്, കാലുകൊണ്ട് നടക്കുന്നതാണല്ലോ. പള്ളിയുടെ നട വന്ന് അവസാനിക്കുന്ന ഭാഗത്തെയാണ് ദോർത്തോ അല്ലെ നടശാല എന്ന് പറയുന്നത്. എല്ലാ പേരുകളൊന്നും ഓർത്തിരുന്നില്ലെങ്കിലും കാര്യമൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് മാത്രം. പള്ളിയുടെ നട വന്ന് അവസാനിക്കുന്ന സ്ഥലമാണ് നടശാല. അതിനെ നാടകശാല എന്നും വിളിക്കുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പുരാതന കാലത്ത് പഠിപ്പും വിദ്യാഭ്യാസവും ഒക്കെ ജ്ഞാനം കുറവുള്ള കാലത്ത് ദേശത്ത് മുഴുവൻ കർത്താവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കലാരൂപേണ മാർഗംകളിയുണ്ട്. ഈ റംബാൻ പാട്ടുകളിലൂടെ അല്ലെ കോൽകളിയിലൂടെ കലാരൂപേണ കർത്താവിനെ പ്രസന്റ് ചെയ്തത് ഈ നടശാലയിൽ വെച്ചാണ്. അതുകൊണ്ട് നാടകങ്ങളും ചവിട്ടു നാടകവും ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നാടകശാലയെന്നും വിശേഷിപ്പിക്കപ്പെടും. രണ്ടാമത്തെ ഒരു സ്ഥലമാണ് മന്ദിരം, ഹൈക്കല എന്ന് വിളിക്കും. ഈ ഹൈക്കല കർത്താവ് തന്നെ തന്റെ ശരീരത്തെ കുറിച്ച് പറയുന്നതാണ്. യെരുശലേം ദേവാലയത്തെ നോക്കി നിന്നിട്ട് പറയുന്നുണ്ട്, ഈ മന്ദിരം, ഈ യെരുശലേം ദേവാലയത്തെ കുറിച്ചല്ല പറയുന്നത്, തന്റെ ശരീരത്തെ കുറിച്ച് പറയുകയാണ്. എന്നാ, ഈ മന്ദിരം 3 നാൾ കഴിയുമ്പോൾ പൊളിച്ചു പണിയും. പ്രിയമുള്ളവരെ, ശരീരം ഒരു ദൈവാലയമാണെന്ന് കർത്താവ് തന്നെയാണ് നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചു തന്നത്. മൂന്നാമത്തെ ഭാഗം കെസ്ട്രൂമോ എന്നാണ്. ഈ ഹൈക്കല എന്നുള്ള ഭാഗം നിങ്ങൾക്ക് ഏത് ഭാഗമാണെന്നൊരു സംശയം കാണും. ജനമെല്ലാം ആരാധനയ്ക്ക് വേണ്ടി നിൽക്കുന്ന സ്ഥലത്തെയാണ് ഹൈക്കല എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? മാമോദീസ സമയത്ത് നമ്മളൊരു പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. മാമോദീസയുടെ പ്രാർത്ഥന ഇതാണ്: ഇവനോയിന് നെറ്റിമേൽ, കുഞ്ഞിന്റെ നെറ്റിമേൽ ഒരു കുരിശ് സ്ലീബായുടെ അടയാളം വരച്ചിട്ട് കാർമികൻ ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. ഇവനോയിന് പിശാചുക്കളുടെ വാസസ്ഥലമല്ല, പിന്നെയോ ദൈവത്തിന്റെ മന്ദിരം തന്നെയായിരിക്കും. ദൈവത്തിന്റെ മന്ദിരം,
അതാണ് ഹൈക്കല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ മന്ദിരങ്ങളാകുന്ന മാമോദീസയേറ്റവർ വന്ന് ചേർന്ന് നിൽക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് അതിനെ ഹൈക്കല എന്ന് വിളിക്കാനുള്ള കാരണം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ മന്ദിരങ്ങളാകുന്ന നമ്മൾ ഒന്നിച്ച് ചേർന്ന് നിൽക്കുമ്പോഴാണ് അത് ദൈവത്തിന്റെ ശരീരമായി, മന്ദിരമായി, കർത്താവിന്റെ ശരീരമായി മാറുന്നത് എന്ന് ഓർത്തിരിക്കണം. മൂന്നാമത്തെ ഭാഗമാണ് കസ്ത്രൂമോ, അതായത് റെയിലിങ്സിനകത്ത് വരുന്ന ഭാഗം, അരിക്കകം എന്ന് വിളിക്കും. അവിടെയാണ് ഈ ഗളസ്ഥാനം എന്നാണ് അതിനെ വിളിക്കുന്നത്, ശബ്ദം പുറപ്പെടുവിക്കുന്നത്. ശബ്ദം എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വായനാ പീഠങ്ങൾ, നമസ്കാര പീഠം, പ്രസംഗ പീഠം, ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് കസ്ത്രൂമോയിലാണ്. ഗളസ്ഥാനമാണ്, ശബ്ദം പുറപ്പെടുവിക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്നാണ് വിളിച്ചു പറയുന്ന കാര്യങ്ങൾ, നേതൃത്വം നൽകുന്ന കാര്യങ്ങൾ, വചനം വായിച്ച് കേൾപ്പിക്കുന്ന എല്ലാം നടക്കുന്ന കസ്ത്രൂമോയിൽ നിന്നുകൊണ്ടാണ്. അതിനെയാണ് അഴിക്കകം എന്ന് വിളിക്കുന്നത്. മറ്റേതാണ് മദ്ബഹ, തലഭാഗം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് കാല്, ഉടല്, കഴുത്ത്, തല, ഒരു ശരീരം ഓർത്ത് വെക്കുന്നത് പോലെ വെക്കാം. 5 അവയവങ്ങളാണ്, 5 അംഗങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അതിന് 2 രീതിയിലും പറയും. സമയവുമായിട്ട് ബന്ധപ്പെടുത്തി പറയും പഞ്ചാംഗമെന്ന്, സ്പേസുമായിട്ട് ബന്ധപ്പെടുത്തിയും പറയും. ഞാനിപ്പോ സ്പേസുമായിട്ട് റിലേറ്റ് ചെയ്താണ്, പള്ളിയുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഇത് പറയാൻ ശ്രമിക്കും. മദ്ബഹ, ബലിസ്ഥലം. ഈ നമ്മുടെ അച്ഛൻ വന്ന് ഏതെങ്കിലും വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ കർത്താവ് മലന്ന് കിടക്കുകയാണെങ്കിൽ ഈ തലയുടെ ഏത് ഭാഗത്ത് നിന്നാണ് ഏതെങ്കിലും വായിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് കണ്ണിന്റെ ഭാഗത്തല്ല, നെറ്റിയുടെ ഭാഗത്തല്ല, മൂക്കിന്റെ ഭാഗത്തല്ല, പകരം വായയുടെ ഭാഗത്ത് നിന്നാണ്. സോ അതിന്റെ പിന്നിലെ ഒരു ടീച്ചിങ്, അതിന്റെ പിന്നിലെ ഒരു മിസ്റ്ററി എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമുക്കിതൊന്നും മനസ്സിലായിട്ടില്ലായിരിക്കും. എന്നാൽ അതിന്റെ ഒരു മിസ്റ്ററി എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ വായായി നിൽക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഏവങ്കേലിയം എന്ന് പറയുന്നത്. സുവിശേഷം എന്ന് പറയുന്നത് മറ്റാരുമല്ല, ഒരു വ്യക്തിയാണ്. ആരാണ് ഈ സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവാണ് സുവിശേഷം. ആ യേശുവിന്റെ വായായി നിൽക്കുന്നതാണ് കാർമികൻ ഏവങ്കേലിയനുമായി നിൽക്കുന്ന അനുഭവം എന്ന് പറയുന്നത്. കർത്താവിന്റെ വായുടെ ഭാഗത്ത് നിന്നാണ് വായിക്കുന്നത്. ആട്ടെ, 5 ഇന്ദ്രിയങ്ങളെ കുറിച്ചാണല്ലോ ഞാൻ പറഞ്ഞത്, 5 അവയവങ്ങളെ കുറിച്ചാണല്ലോ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കാലായി, ഉടലായി, കഴുത്തായി, തലയായി. ഇനി ഒരു കാര്യം കൂടെ, എന്നാ? കൈകൾ എന്ന് പറയും. കൈകൾ കൊണ്ട്, കാലുകൊണ്ട് നടക്കുകയാണെങ്കിൽ കൈകൊണ്ട് പ്രവൃത്തികളാണ്, ആക്ടിവിറ്റി ഓറിയന്റഡ്. ആക്ടിവിറ്റി എന്തൊക്കെയാ? പള്ളിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. 2 തരത്തിലുള്ള ശുശ്രൂഷകളാണ് ഓരോ ഭാഗത്തും നടക്കുന്നത്. ഒന്ന് എഡ്യൂക്കേഷനാണ്, മറ്റേടത്ത് ആതുര ശുശ്രൂഷയാണ്. ഞാൻ പമ്പരം വേഗത്തിലാണ് പറഞ്ഞു പോകുന്നത്, ഒത്തിരി കാര്യം ഒരുപാട് റിലേറ്റ് ചെയ്ത് പറയാനുണ്ട്. എന്നാൽ ഇത് പറഞ്ഞ് എനിക്കിപ്പോ നിർത്തേണ്ടതുള്ളത് കൊണ്ട് ഞാനിപ്പോ പെട്ടെന്ന് നിർത്താൻ പോവുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് എഡ്യൂക്കേഷനാണ് നടക്കുന്നത്, മറ്റൊരു ഭാഗത്ത് ആതുര ശുശ്രൂഷയാണ് നടക്കുന്നത്. എഡ്യൂക്കേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ പള്ളിക്ക് ഇങ്ങനെ 3 കൂടങ്ങളാണ്. കൂടം എന്ന് പറഞ്ഞാൽ കൂര വന്ന് കൂടിയിരിക്കുന്ന സ്ഥലം എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വെർട്ടിക്കലി ഒരു കൂടം, അതിന് ഹൊറിസോണ്ടലായിട്ട് വരുന്ന ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു കൂടം, അതിലൊരു കൂടത്തിന്റെ പേരാണ് പള്ളിക്കൂടം എന്ന് പറയുന്നത്. നമ്മുടെ സ്കൂളുകളെയൊക്കെ പണ്ട് വിളിച്ചിരുന്ന ഒരു പേരാണല്ലോ പള്ളിക്കൂടം. പഠനം നടക്കുന്ന സ്ഥലം, പഠിപ്പിക്കുന്ന സ്ഥലം. ആദിമ നൂറ്റാണ്ടിന്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട്, മലങ്കര സഭയിൽ നിന്ന് മാത്രമല്ല, സുറിയാനി സഭയിൽ നോമ്പ്, 40 ദിവസത്തെ നോമ്പ് ആരംഭിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം തന്നെ ഈ പഠിപ്പിക്കുന്നതിനുള്ള സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട. പറഞ്ഞു വരുന്നതിന്റെ സാരം എന്താണെന്ന് ചോദിച്ചാൽ, പുതുതായി സഭയിലേക്ക് പ്രവേശിക്കപ്പെടുന്നവരെ പഠിപ്പിക്കുവാൻ വേണ്ടിയുള്ളതായ സംവിധാനം. കർത്താവ് ആരാണ്? കർത്താവിന്റെ പ്രവർത്തന ശൈലി എങ്ങനെയാണ്? നീ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? എന്താണ് രക്ഷ? രക്ഷയുടെ സന്തോഷത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഇതെല്ലാം പഠിപ്പിക്കുകയും ലാംഗ്വേജ് ഉൾപ്പെടെ ട്രെയിൻ ചെയ്യുകയും ചെയ്യുന്നതായ ശുശ്രൂഷയാണ് ഒന്ന് എഡ്യൂക്കേഷൻ. മറ്റേതാണ് ആതുര ശുശ്രൂഷ. വയ്യാതെ കിടക്കുന്നവർ, ദീനമായി കിടക്കുന്നവർ, സൗഖ്യം, വൈദ്യൻ. കർത്താവിനെ വിളിച്ച ഒരു പേരാണ് റബി. റാബ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് എന്നാണ്. അതിൽ നിന്നാണ് റംബാൻ എന്ന് പറയുന്ന പദം ഉണ്ടായി. ഈ റബി എന്ന് പറയുന്നത്, റംബാൻ എന്ന് പറയുന്നത് ഗ്രേറ്റ് ടീച്ചർ എന്നാണ് അർത്ഥം, ശ്രേഷ്ഠാചാര്യൻ എന്നാണ് അർത്ഥം. കർത്താവിനെ വിളിച്ചത് റബൂനി എന്നാണ് വിളിക്കുന്നത്, ശ്രേഷ്ഠാചാര്യ എന്നാണ് വിളിക്കുന്നത്. കർത്താവിനെ അതുപോലെ മറ്റൊരു അഡ്രസ്സിലാണ് സൗഖ്യദായകൻ. അവനെ തൊട്ടവരും അവനെ കേട്ടവരും എല്ലാം സൗഖ്യം പ്രാപിക്കുകയാണ്, അല്ലേ? അവന്റെ ഒരു വാക്ക് മതി സൗഖ്യം, അവന്റെ ഒരു സ്പർശനം മതി സൗഖ്യം.
പ്രിയമുള്ളവരെ, അവന്റെ ഒരു നോട്ടം തന്നെ സൗഖ്യമാണ്. അങ്ങനെയാണെങ്കിൽ ആ സൗഖ്യദായകനത് വൂണ്ടഡ് ഹീലർ, അങ്ങനെ മുറിവേറ്റ സൗഖ്യദായകന്റെ അനുഭവത്തിലാണ് ഈ അനുഭവത്തിലേക്ക് സഭ പ്രവേശിക്കുന്നത്. രണ്ട് തരത്തിലുള്ള ശുശ്രൂഷ, ഒന്ന് പഠിപ്പിക്കൽ, എഡ്യൂക്കേഷൻ, മറ്റേത് ആതുര ശുശ്രൂഷ. ആതുര ശുശ്രൂഷയാണ് പിന്നീട് ഹോസ്പൈസുകൾ എന്നറിയപ്പെട്ടത്. അതിൽ നിന്നാണ് ഹോസ്പിറ്റലുകൾ ഉണ്ടായി വന്നത്. ആ മറ്റേ മേഖലയാണ് എഡ്യൂക്കേഷൻ. അങ്ങനെയാണ് സഭയ്ക്ക് സ്കൂളുകൾ ഇത്രമാത്രം ഗൗരവമേറിയ മിനിസ്ട്രിയായി വരാനുള്ള കാരണം. എന്തുകൊണ്ടാണ് വരാൻ കാരണം? കർത്താവിന്റെ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളായിരുന്നു ഈ രണ്ട് ശുശ്രൂഷകൾ. സഭ അത് ഏറ്റെടുത്ത് നിർവഹിച്ചു. ഈ രണ്ട് ശുശ്രൂഷകളും ഏകോപിപ്പിച്ചുകൊണ്ട് പോകാൻ ഒരു സമിതി ഉണ്ടായി. ആ സമിതിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പള്ളിയുടെ ഈ തരത്തിലുള്ള ആദര ശുശ്രൂഷയും എഡ്യൂക്കേഷൻ മിനിസ്ട്രിയും ഒക്കെ ഭംഗിയായിട്ട് കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചർച്ചിന്റെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്ന സമിതിയെ വിളിച്ച പേരാണ് കയ്യട സ്ഥാനത്തുള്ള സമിതി. അതാണ് കൈസ്ഥാന സമിതി എന്ന് പറയുന്ന പേര്. നമ്മുടെ പള്ളിയിലെയും കൈസ്ഥാന സമിതി നിങ്ങൾക്ക് ഓർത്താൽ അറിയാം, അവരെ പള്ളിയുടെ കൈക്കാരെന്നാണ് വിളിക്കുന്നത്. ആക്ഷൻ ഓറിയന്റഡ് ആണ്, ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. കർത്താവിന് വേണ്ടി കർത്താവിന്റെ കൈയായി, സഭയുടെ കൈയായി നിൽക്കേണ്ടവരാണ് ആ വലിയ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഹൈക്കിലോ, മിസ്റ്ററി ഓഫ് പ്ലേസ്. സ്പേസും പ്ലേസും തമ്മിലുള്ള വ്യത്യാസം. സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, എനിക്ക് അവിടെ ഒരു പ്രത്യേകിച്ച് സ്പേസ് ഇല്ല എന്ന് പറയാം. പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് എ പേഴ്സൺ റിലേറ്റഡ്. എന്റെ നേറ്റീവ് സ്പേസ് എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. എന്റെ നേറ്റീവ് പ്ലേസ് ഇസ് മരണമെന്ന് ഞാൻ പറയത്തുള്ളൂ. എനിക്ക് ആ സ്ഥലവുമായിട്ട് ബന്ധമുണ്ട്. എനിക്ക് ആ സ്ഥലവുമായിട്ട് വളരെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ പേഴ്സൺ ഇൻവോൾവ് ചെയ്യാതൊരു പ്ലേസ് ഇല്ല. പള്ളി എന്ന് പറയുന്നത് എനിക്കൊരു സ്പേസ് അല്ല. സ്പേസ് കൊടുക്കേണ്ട ഇടമാണെന്നുള്ളത് വേറെ കാര്യം. എന്നാൽ എന്നെ സംബന്ധിച്ചൊരു പ്ലേസാണ്. അത് ഞാനുമായിട്ട് വളരെ ബന്ധമുള്ളതാണ്. ഞാൻ കർത്താവിന്റെ ശരീരത്തോട് ബന്ധിപ്പിക്കപ്പെടുകയാണ്. കർത്താവിന്റെ ശരീരത്തോട് ഒട്ടിച്ചു ചേർക്കപ്പെട്ടിരിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ പള്ളി നിസ്സാരമല്ല. നമ്മുടെ ദൈവാലയം അവന്റെ ശരീരമാണെങ്കിൽ അവന്റെ ശരീരവുമായിട്ടുള്ള ബന്ധത്തിൽ നാം നിൽക്കുന്ന ഇടമാണ്. അതാണ് ഹൈക്കല എന്ന് പറയുന്നത്. ഞാനൊരു ഹൈക്കലയാണെങ്കിൽ ലോകത്തിലേക്ക് ഏറ്റവും പുരാതനമായ ദൈവാലയം ഏതാണെന്ന് ചോദിച്ചാൽ അതെന്റെ ശരീരമാണ്. കാരണം കർത്താവ് തന്റെ ശ്വാസമൂതി നമ്മളെ അവന്റെ വാസസ്ഥലമാക്കി മാറ്റിയിരിക്കാം. ക്രിസ്തീകൃതങ്ങൾ 194 പാട്ട്, എന്നുള്ളിൽ എന്നും വസിച്ചിടുവാൻ സ്വർഗമണ്ഡപം വിട്ടിറങ്ങി. മനോഹരമായ ഒരു പാട്ടാണ്. എന്നാ ശരീരത്തെ ഒരു മന്ദിരമായി സങ്കല്പിച്ചുകൊണ്ടാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ മന്ദിരം പാഴം ശൂന്യമായി പോകുന്നെങ്കിൽ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന് വചനമുണ്ടെന്ന് ഓർക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ മന്ദിരങ്ങളാണെങ്കിൽ ആ മന്ദിരങ്ങൾ ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്ന സ്ഥലത്തെയാണ് ദൈവാലയത്തിന്റെ ഹൈക്കല എന്ന് വിളിക്കുന്നത്. അത് ദൈവത്തിന്റെ മന്ദിരമായി രൂപപ്പെടുകയാണ്. ഞാൻ പല അവയവങ്ങളായിരിക്കും. പലരായി നിൽക്കുന്ന അനുഭവമല്ല, പലർ ഒന്നായി നിൽക്കുന്ന അനുഭവമാകുമ്പോൾ അത് ദൈവത്തിന്റെ മന്ദിരമായി, ദൈവത്തിന്റെ ശരീരമായി മാറ്റപ്പെടുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് ചർച്ച്. ചർച്ച്, the visible body of Christ. The missing body becomes visible in the church. ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ് അനേകർക്ക് കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് മുഖാന്തരമായി തീരട്ടെ. നമ്മുടെ ശുശ്രൂഷകളെ അപ്രകാരം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അപ്രകാരമായ ഷേപ്പിൽ പണിതിട്ടുള്ള നമ്മുടെ പുരാതനമായ ഒരു പള്ളിയാണ് ഈ സ്ക്രീനിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. മർത്തോമാസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികളിൽ ഒന്നായിരുന്നു. നമ്മുടെ ഒരു ചരിത്രരേഖയെന്ന് ഞാൻ എടുത്തുകൊണ്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഇട്ടതാണ്. ഏത് പള്ളിയാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി കാണത്തില്ലായിരിക്കും. തിരുവല്ല നമ്മുടെ സെന്റ് തോമസ് പള്ളിയുടെ, എസ് പള്ളിയുടെ പഴയ പള്ളിയുടെ പടമാണിത്. ഞാൻ നമ്മുടെ ആനിമേഷൻ സെന്ററിൽ നിന്ന് അതിൻ്റെ ഒരു കോപ്പി എടുത്തതാണ്. ഈ പറയുന്ന ഷേപ്പ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഈ കുരിശാകൃതിയിൽ തന്നെയായിരുന്നു പള്ളിയുടെ അന്നത്തെ ഷേപ്പ്. പിന്നീടാണ് ആ ഷേപ്പൊക്കെ പള്ളിക്കൂടം പലയിടത്തും അങ്ങ് സൈഡിലോട്ട് മാറ്റി ഹോസ്പൈസുകൾ നമ്മൾ മറ്റേ ഇടങ്ങളിലോട്ട് മാറ്റി. അതുകൊണ്ട് അത് പല ഇടങ്ങളിലോട്ട് ആക്കിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതെല്ലാം നമ്മുടെ ശുശ്രൂഷയുടെ ഭാഗമാണ് എന്ന് ഓർപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ നല്ല ശ്രദ്ധയ്ക്ക് നന്ദി. ഇത്രയും നീണ്ടുപോയത് നിങ്ങൾ ക്ഷമിക്കണം. പറയാനുള്ള ആവേശം കൊണ്ട് ഈ പാതിരാത്രിയിൽ ഞാൻ ഇരുന്ന് പറഞ്ഞു പോയതാണ്. എന്നോട് ക്ഷമിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു.
അത്യാവശ്യത്തിന് വല്ലതും ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ട്.